ഹലോ വെൽക്കം ബാക്ക് ടു ഫീന സ്റ്റഡി റൂം. അപ്പോൾ നമ്മളിന്ന് 22ാമത്തെ ക്ലാസ്സാണ് കേട്ടോ. ഇന്ന് വരുന്നത് 22ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ നമുക്ക് ഫിസിക്സിൽ കളർ കോഡ് എന്നുള്ള ഭാഗമാണ് നമ്മൾ ഇനി നോക്കാൻ വരുന്നത്. അപ്പം നമ്മൾ ശ്രേണി രീതിയും സമാന്തര രീതിയൊക്കെ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നോക്കാം, നമുക്ക് കളർ കോഡാണ്. വിപണിയിൽ കിട്ടുന്ന കാർബൺ പ്രതിരോധങ്ങളുടെ മൂല്യം രേഖപ്പെടുത്തുന്ന സംവിധാനമാണ് കളർ കോഡ്. കളർ കോഡ് എന്ന് പറയുന്നത് വിപണിയിൽ കിട്ടുന്ന കാർബൺ പ്രതിരോധങ്ങളുടെ മൂല്യം രേഖപ്പെടുത്തുന്നതിനുള്ള സംവിധാനമാണ് കളർ കോഡ്. കളർ കോഡിൽ ഉപയോഗിക്കുന്ന വലയങ്ങളുടെ നിറങ്ങളുടെ എണ്ണം 4ആണ്. കളർ കോഡിൽ ഉപയോഗിക്കുന്ന വലയങ്ങളുടെ നിറങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 4ആണ്. ആദ്യത്തെ 2 വലയങ്ങൾ സൂചിപ്പിക്കുന്നത് കളർ മൂല്യത്തിലുള്ള 2 അക്കങ്ങളെയാണ്. ആദ്യത്തെ 2 വലയങ്ങൾ സൂചിപ്പിക്കുന്നത് കളർ മൂല്യത്തിലുള്ള ആദ്യ 2 അക്കങ്ങളെയാണ്. മൂന്നാമത്തെ വലയം സൂചിപ്പിക്കുന്നത് പൂജ്യങ്ങളുടെ എണ്ണത്തെയാണ്. നാലാമത്തെ വലയം സൂചിപ്പിക്കുന്നത് ടോളറൻസ് എന്ന് പറയുമ്പോൾ വ്യതിയാനത്തെയാണ്. നാലാമത്തെ വലയം സൂചിപ്പിക്കുന്നത് ടോളറൻസിനെ അഥവാ വ്യതിയാനത്തെയാണ്. വെള്ളി വലയത്തിൻ്റെ ടോളറൻസ് 10 ±10% ആണ്. വെള്ളി വളയത്തിൻ്റെ ടോളറൻസ്. ഗോൾഡ് വളയത്തിൻ്റെ ടോളറൻസ് ആണെങ്കിൽ ±5% ആണ്. നാലാമത്തെ കളർ ഇല്ലെങ്കിലും ±20 വ്യതിയാനം ഉണ്ടായിരിക്കും, 20% വ്യതിയാനം ഉണ്ടായിരിക്കും. ഉദാഹരണമായി ആദ്യ 2 വലയങ്ങൾ ചുവപ്പും വയലറ്റും ആയാൽ ആദ്യ 2 അക്കങ്ങൾ 2, 7 എന്നിങ്ങനെയായിരിക്കും. അപ്പം കളർ കോഡിന് ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്, നമുക്കതൊന്ന് ജസ്റ്റ് നോക്കാം. ബ്ലാക്ക് 0, 0 ആണ്, 0, 0 ആണ്. ബ്രൗൺ ആണെങ്കിൽ 1, 1 ആണ് നമ്പർ ഓഫ് സീറോസ്. ഇനി റെഡ് ആണെങ്കിൽ 2, 2 ആണ്. ഓറഞ്ച് 3, 3 ആണ്. യെല്ലോ ആണെങ്കിൽ 4, 4 ആണ്. ഗ്രീൻ ആണെങ്കിൽ 5, 5. ബ്ലൂ ആണെങ്കിൽ 6, 6 ആണ്. വയലറ്റ് ആണെങ്കിൽ 7, 7. ഗ്രേ ആണെങ്കിൽ 8, 8. വൈറ്റ് ആണെങ്കിൽ 9, 9 ആണ്. ഇനി മൂന്നാമത്തേത് ഓറഞ്ച് ആയാൽ പൂജ്യങ്ങളുടെ എണ്ണമായതിനാൽ ഓറഞ്ചിന് 3 പൂജ്യമായിരിക്കും. മൂന്നാമത് ഓറഞ്ച് ആയാൽ പൂജ്യങ്ങളുടെ എണ്ണമായതിനാൽ ഓറഞ്ചിന് 3 പൂജ്യമായിരിക്കും. ആകെ മൂല്യം 2 + 7 + 3 0. അപ്പം 27,000 ഓം ആയിരിക്കും. നാലാമത്തെ വെള്ളിവര കൂടി പരിഗണിച്ചാൽ പ്രതിരോധത്തിൻ്റെ ആകെ മൂല്യം 27K ഓം ആണ്, ±10%. ഇനി വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ചില ഉപകരണങ്ങളാണ്. വീടുകളിലും മറ്റുമുള്ള ഉപകരണങ്ങളിലോ സോക്കറ്റിലോ കറണ്ട് എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വൈദ്യുത ടെസ്റ്റർ. അപ്പോൾ വൈദ്യുത ടെസ്റ്റർ എന്ന് പറയുന്നത് വീടുകളിലും മറ്റുമുള്ള ഉപകരണങ്ങളിലോ സോക്കറ്റിലോ കറണ്ട് എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. കറണ്ടിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ ടെസ്റ്ററിനുള്ളിലെ ബൾബ് പ്രകാശിപ്പിക്കുന്നു. ഇൻസുലേഷനുള്ള ഇലക്ട്രിക് വയറുകൾ കൂട്ടിയോജിപ്പിക്കേണ്ടി വരുമ്പോഴും അവ ഉപകരണങ്ങളിൽ ഘടിപ്പിക്കേണ്ടി വരുമ്പോഴും വയറുകളുടെ ഇൻസുലേഷന് നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വയർ സ്ട്രിപ്പർ എന്ന് പറയുന്നത് ഇൻസുലേഷനുള്ള ഇലക്ട്രിക് വയറുകൾ കൂട്ടി യോജിപ്പിക്കേണ്ടി വരുമ്പോഴും ഇവ ഉപകരണങ്ങളിൽ ഘടിപ്പിക്കേണ്ടി വരുമ്പോഴും വയറുകളുടെ ഇൻസുലേഷൻ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വയർ സ്ട്രിപ്പർ. വയറുകൾ കൂട്ടിപ്പിരിക്കുക, മുറിക്കുക, ഉറപ്പിക്കുക, ഭാഗങ്ങൾ ഇളക്കിയെടുക്കുക എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണമാണ് പ്ലെയറാണ് വയറുകൾ പിരിക്കുക, മുറിക്കുക, ഉറപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങൾ ഇളക്കിയെടുക്കുക എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണമാണ് പ്ലെയർ. സർക്യൂട്ടിലെ വയറുമായോ ഉപകരണവുമായി ബന്ധിപ്പിക്കാതെ സർക്യൂട്ടിലൂടെ ഉള്ള കറന്റ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്ലാമ്പ് അമ്മീറ്റർ എന്ന് പറയുന്നത് സർക്യൂട്ടിലെ വയറുമായോ ഉപകരണവുമായോ ബന്ധിപ്പിക്കാതെ സർക്യൂട്ടിലുള്ള കറന്റ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്ലാമ്പ് അമ്മീറ്റർ. സർക്യൂട്ടിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വിളക്കി ചേർക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോൾഡറിംഗ് അയൺ. ഉറപ്പ് കൂടിയ പ്രതലങ്ങളിൽ ദ്വാരങ്ങളിടാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഡ്രിൽ മെഷീനാണ്. വൈദ്യുതോർജ്ജത്തെ ഒരു ഉപകരണം പ്രയോജനപ്രദമായ ഏത് ഊർജ്ജ രൂപത്തിലേക്കാണോ മാറ്റുന്നത് അതായിരിക്കും അതിലൂടെയുള്ള വൈദ്യുത പ്രവാഹത്തിന്റെ ഫലം എന്ന് പറയുന്നത്. വൈദ്യുത ഉപകരണങ്ങളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഓരോ ഉപകരണത്തിന്റെയും ഊർജ്ജമാറ്റം, ഉപകരണം, ഉപയോഗം, ഊർജ്ജമാറ്റം. ഉപകരണം ഇൻഡക്ഷൻ കുക്കർ ഇൻഡക്ഷൻ കുക്കറിൽ താപം ലഭിക്കാൻ വേണ്ടിയിട്ട് വൈദ്യുതോർജ്ജം താപോർജ്ജമാക്കി മാറ്റുന്നു. സ്റ്റോറേജ് ബാറ്ററി ആണെങ്കിൽ ചാർജ് ചെയ്യുമ്പോൾ വൈദ്യുതി ലഭിക്കാനാണ് വൈദ്യുതോർജ്ജം രാസോർജ്ജമാക്കി മാറ്റുന്നു. ഇലക്ട്രിക് ഓവൻ ആണെങ്കിൽ താപം ലഭിക്കാനാണ് വൈദ്യുതോർജ്ജം താപോർജ്ജമാകുന്നു. മിക്സി ആണെങ്കിൽ യാന്ത്രികോർജ്ജം ലഭിക്കാനാണ് വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലമാണ് അടുത്തതായിട്ട് നോക്കുന്നത്. താപഫലം ഉണ്ടാക്കുന്ന വിവിധ വൈദ്യുത ഉപകരണങ്ങളാണ് വൈദ്യുത ഇസ്തിരിപ്പെട്ടി, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് അവൻ. കറണ്ട് I = Q/T ആണ്. Q എന്ന് പറയുന്നത് ചാർജും T എന്ന് പറയുന്നത് സമയവുമാണ്. ഒരു കൂളം ചാർജ് ഒരു ബിന്ദുവിൽ നിന്നും മറ്റൊരു ബിന്ദുവിലേക്ക് ചലിപ്പിക്കാൻ ചെയ്യേണ്ട പ്രവൃത്തി 1 ജൂൾ ആണെങ്കിൽ ആ ബിന്ദുക്കൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 1 വോൾട്ട് ആയിരിക്കും. ഒരു കൂളം ചാർജിനെ V വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിലൂടെ ചലിപ്പിക്കാൻ ചെയ്യേണ്ട പ്രവൃത്തി W = V ജൂൾ ആണ്.
Q കൂളോം ചാർജിനെ V വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിലൂടെ ചലിപ്പിക്കാൻ ചെയ്യേണ്ട പ്രവൃത്തി W = QV ജൂളാണ്. വൈദ്യുത ചാർജിനെ ചാലകത്തിലൂടെ ചലിപ്പിക്കാൻ ആവശ്യമായ പ്രവൃത്തി ചെയ്യുന്നത് സർക്യൂട്ടിൽ ഘടിപ്പിച്ച ബാറ്ററിയാണ്. നിക്രോം പ്രതിരോധം ഉൾപ്പെടുത്തിയിരിക്കുന്ന സർക്യൂട്ടിൽ ബാറ്ററി ചെലവഴിച്ച വൈദ്യുതോർജ്ജം മാറ്റപ്പെട്ടത് താപോർജ്ജമായിട്ടാണ്. ബാറ്ററി T സെക്കൻഡ് സമയം കൊണ്ട് സർക്യൂട്ടിൽ നൽകുന്ന വൈദ്യുത പവർ എന്ന് പറയുന്നത് P = W/T ആണ്. P = V × Q/T ആണ്. I = Q/T ആയതിനാൽ P = VI ആണ്. T സെക്കൻഡ് സമയം കൊണ്ട് ബാറ്ററി സർക്യൂട്ടിൽ നൽകിയ ഊർജ്ജം PT = VIT ആണ്. ഇനി ജൂൾ നിയമമാണ്. വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗ്ഗത്തിന്റെയും ചാലകത്തിന്റെ പ്രതിരോധത്തിന്റെയും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിന്റെ ഗുണനഫലത്തിന് നേർ അനുപാതത്തിലായിരിക്കും. H I² RT. H = I² RT ആണ് അല്ലേ. അപ്പം I എന്ന് പറയുന്നത് വൈദ്യുത പ്രവാഹ തീവ്രതയാണ്, യൂണിറ്റ് ആംപെയർ ആണ്. R എന്ന് പറയുന്നത് പ്രതിരോധമാണ്, യൂണിറ്റ് ഓം ആണ്. T എന്ന് പറയുന്നത് സമയമാണ്, യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പം ഐയുടെ യൂണിറ്റ് ആംപെയർ ആണ്. ഐയുടെ യൂണിറ്റ് വൈദ്യുത പ്രവാഹ തീവ്രത ആംപെയർ ആണ്, പ്രതിരോധം ഓം ആണ്, സമയം സെക്കൻഡ് ആണ്. ഇനി H = I² RT. ഓം നിയമപ്രകാരം V = IR ആണ്. അപ്പം R = V/I ആയിരിക്കും. H = I² RT ആരോപിച്ചാൽ H = I² V/I T ആണ്. ഇനി H = VIT ആയിരിക്കും. H = I² RT എന്ന സമവാക്യത്തെ മറ്റൊരു രൂപത്തിലും എഴുതാവുന്നതാണ്. I = V/R നെ H = I² RT ആരോപിച്ചാൽ H = V/R² RT = V²T/R. ഒരു സർക്യൂട്ടിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ താപോർജ്ജം രൂപപ്പെടുന്ന പ്രവർത്തനം ജൂൾ ഹീറ്റിംഗ് ആണ്. ജൂൾ ഹീറ്റിംഗ് ആണ്. ഒരു സർക്യൂട്ടിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ താപോർജ്ജം രൂപപ്പെടുന്ന പ്രവർത്തനമാണ് ജൂൾ ഹീറ്റിംഗ്. താപഫലം പ്രയോജനപ്പെടുത്തുന്ന നിയമമാണ് ജൂൾ നിയമം. ജൂൾ നിയമമാണ് താപഫലം പ്രയോജനപ്പെടുത്തുന്ന നിയമമാണ് ജൂൾ നിയമം. 4.2 J ആണ്, 1 കലോറിയാണ്. 4.2 J 1 കലോറിയാണ്. ഇനി ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളാണ് കെമിസ്ട്രിയിൽ നിന്നും നമ്മൾ പഠിക്കുന്നത്. ഇന്ന് മഗ്നീഷ്യമാണ് ഫസ്റ്റായിട്ട് പഠിക്കാൻ പോകുന്നത്. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹമാണ് മഗ്നീഷ്യം. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹമാണ് മഗ്നീഷ്യം. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മഗ്നീഷ്യമാണ്. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് മഗ്നീഷ്യമാണ്. സമുദ്രജലത്തിൽ നിന്നും മഗ്നീഷ്യം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ഡോ പ്രക്രിയ. സമുദ്രജലത്തിൽ നിന്നും മഗ്നീഷ്യം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ഡോ പ്രക്രിയ. അപ്പം ഇത് പഠിക്കാനായിട്ട് മഗ്നീഷ്യം ആണല്ലോ, മഗ്നീഷ്യം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം മെഗ്നി എന്ന് എഴുതുമ്പം എന്താണ്, ഡാ തിരിച്ചിട്ട പോലെയാണല്ലോ അല്ലേ. അപ്പം ഗ്ന എഴുതുമ്പം ആ ഒരു തിരിച്ചിട്ട പോലെയുണ്ട്. അപ്പം എന്താണ്, ഡോ പ്രക്രിയയാണ് മഗ്നീഷ്യം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ എന്ന് ഓർത്തു വെക്കുക. പിഡ്ജിയൻ പ്രക്രിയയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ലോഹം മഗ്നീഷ്യമാണ്. പിഡ്ജിയൻ പ്രക്രിയയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് മഗ്നീഷ്യമാണ്. അപ്പോൾ പിഡ്ജിയൻ എന്നുള്ളതിൽ എന്താണ്, അതിലും ഒരു ഡാ ഉണ്ട് അല്ലേ. ഡോ പ്രക്രിയയിലും ഡാ ഉണ്ട്, പിഡ്ജിയനിലും ആ ഒരു ഡാ ഉണ്ട്, മഗ്നീഷ്യത്തിൻ്റെ തിരിച്ചിട്ട പോലത്തുള്ള. അപ്പം പഠിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. അപ്പം ഓർത്ത് വെക്കുക, പിഡ്ജിയൻ പ്രക്രിയയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ലോഹം മഗ്നീഷ്യമാണ്. കൃത്രിമ കല്ലുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മഗ്നീഷ്യം സംയുക്തമാണ് സോറൽ സിമെന്റ്. സോറൽ സിമെന്റ് മഗ്നീഷ്യ സിമെന്റ് ആണ്. സോറൽ സിമെന്റ് കൃത്രിമ കല്ലുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മഗ്നീഷ്യം സംയുക്തമാണ്. ഡെന്റൽ ഫില്ലിങ്ങിന് ഉപയോഗിക്കുന്ന മഗ്നീഷ്യം സംയുക്തമാണ് സോറൽ സിമെന്റ്. സോറൽ സിമെന്റ് എന്ന് പറയുന്നത് ഡെന്റൽ ഫില്ലിങ്ങിന് ഉപയോഗിക്കുന്ന മഗ്നീഷ്യം സംയുക്തമാണ്. മഗ്നീഷ്യം ക്ലോറൈഡിന്റെയും മഗ്നീഷ്യം ഓക്സൈഡിന്റെയും മിശ്രിതമാണ് സോറൽ സിമെന്റ്. മഗ്നീഷ്യം ഓക്സിക്ലോറൈഡ് സിമെന്റ് എന്നും അറിയപ്പെടുന്നത് സോറൽ സിമെന്റ് ആണ്. അപ്പം മഗ്നീഷ്യം ഓക്സിക്ലോറൈഡ് സിമെന്റ് MOC എന്നും അറിയപ്പെടുന്നത് സോറൽ സിമെന്റ് ആണ്. അന്റാസിഡായി പ്രവർത്തിക്കുന്ന ഒരു സംയുക്തമാണ് മിൽക്ക് ഓഫ് മഗ്നീഷ്യ. മിൽക്ക് ഓഫ് മഗ്നീഷ്യ അന്റാസിഡായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംയുക്തമാണ്. മിൽക്ക് ഓഫ് മഗ്നീഷ്യ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. മിൽക്ക് ഓഫ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ടാൽക്കം പൗഡർ രാസപരമായി അറിയപ്പെടുന്നത് ഹൈഡ്രേറ്റഡ് മഗ്നീഷ്യം സിലിക്കേറ്റ്. ടാൽക്കം പൗഡർ രാസപരമായിട്ട് അറിയപ്പെടുന്നത് ഹൈഡ്രേറ്റഡ് മഗ്നീഷ്യം സിലിക്കേറ്റ്. ഇനി സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന രണ്ടാമത്തെ സംയുക്തമാണ് മഗ്നീഷ്യം ക്ലോറൈഡ്. സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന രണ്ടാമത്തെ സംയുക്തമാണ് മഗ്നീഷ്യം ക്ലോറൈഡ്. മഗ്നീഷ്യം വായുവിൽ കത്തുമ്പോൾ ഉണ്ടാകുന്ന വെളുത്ത പൊടിയാണ് മഗ്നീഷ്യം ഓക്സൈഡ്. മഗ്നീഷ്യം വായുവിൽ കത്തുമ്പോൾ ഉണ്ടാകുന്ന വെളുത്ത പൊടിയാണ് മഗ്നീഷ്യം ഓക്സൈഡ്. ഭൗമോപരിതലത്തിൽ കൂടുതലായി കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകമാണ് മഗ്നീഷ്യം ഓക്സൈഡ്. മഗ്നീഷ്യം ഓക്സൈഡ് ഭൗമോപരിതലത്തിൽ കൂടുതലായി കാണപ്പെടുന്ന രണ്ടാമത്തെ സംയുക്തമാണ്.
ഭൗമോപരിതലത്തിൽ കൂടുതലായി കാണപ്പെടുന്ന രണ്ടാമത്തെ സംയുക്തമാണ് മഗ്നീഷ്യം ഓക്സൈഡ്. മഗ്നീഷ്യം ഓക്സൈഡ് ഭൗമോപരിതലത്തിൽ കൂടുതലായി കാണപ്പെടുന്ന രണ്ടാമത്തെ സംയുക്തമാണ്. ടൂത്ത് പേസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം സംയുക്തമാണ് മഗ്നീഷ്യം കാർബണേറ്റ്. മഗ്നീഷ്യം കാർബണേറ്റ് ആണ് ടൂത്ത് പേസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം സംയുക്തം. സമുദ്രജലത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന മൂലകങ്ങളാണ് മഗ്നീഷ്യം, സോഡിയം, ലോഹങ്ങൾ, ക്ലോറിൻ, ബ്രോമിൻ, ഹാലജനുകൾ. മഗ്നീഷ്യം തണുത്ത ജലത്തിൽ സാവധാനത്തിൽ പ്രവർത്തിക്കുകയും ചൂടുള്ള ജലത്തിൽ താരതമ്യേന വേഗത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. മഗ്നീഷ്യം വായുവിൽ പ്രവർത്തിക്കുമ്പോൾ ഉള്ള സമവാക്യം 2Mg + O2 gives 2MgO ആണ്. 2MgO. കാൽസ്യമാണ്. എല്ലുകളിലും പല്ലുകളിലും ധാരാളമായി അടങ്ങിയിരിക്കുന്ന ലോഹമാണ് കാൽസ്യം. എല്ലുകളിലും പല്ലുകളിലും ധാരാളമായി അടങ്ങിയിരിക്കുന്ന ലോഹമാണ് കാൽസ്യം. എല്ലുകളിൽ കാണപ്പെടുന്ന കാൽസ്യം സംയുക്തം കാൽസ്യം സൾഫേറ്റ് ആണ്. കാൽസ്യം സൾഫേറ്റ് ആണ് എല്ലുകളിൽ കാണപ്പെടുന്ന കാൽസ്യം സംയുക്തം എന്ന് പറയുന്നത് കാൽസ്യം സൾഫേറ്റ് ആണ്. മനുഷ്യ ശരീരത്തിലും മൃഗങ്ങളിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം കാൽസ്യമാണ്. മനുഷ്യ ശരീരത്തിലും മൃഗങ്ങളിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം. ബ്ലീച്ചിങ് പൗഡറായിട്ട് ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തമാണ് കാൽസ്യം ഹൈപ്പോക്ലോറേറ്റ്. ബ്ലീച്ചിങ് പൗഡറായിട്ട് ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തമാണ്. ബ്ലാക്ക് ബോർഡിൽ എഴുതുവാൻ ഉപയോഗിക്കുന്ന ചോക്കിന്റെ രാസനാമമാണ് കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റ്. ചൂയിംഗത്തിന്റെ ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തമാണ് കാൽസ്യം കാർബണേറ്റ്. ടൂത്ത് പേസ്റ്റിൽ പോളിഷിംഗ് ഏജന്റായിട്ട് ചേർക്കുന്നത് കാൽസ്യം കാർബണേറ്റ് ആണ്. മുട്ടത്തോട് നിർമ്മിച്ചിരിക്കുന്നത് കാൽസ്യം സംയുക്തം കാൽസ്യം കാർബണേറ്റ്. ലൈംസ്റ്റോൺ, ചോക്ക്, മാർബിൾ എന്നിവ ഏത് കാൽസ്യം സംയുക്തത്തിന്റെ രൂപങ്ങളാണ്? കാൽസ്യം കാർബണേറ്റിന്റെ. ലൈംസ്റ്റോൺ, ചോക്ക്, മാർബിൾ എന്നിവ ഏത് കാൽസ്യം സംയുക്തത്തിന്റെ രൂപങ്ങളാണ്? കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റിന്റെ മഗ്നീഷ്യം കാർബണേറ്റിന്റെയും രാസസംയുക്തം പവിഴമാണ്. വിനാഗിരിയിൽ ലയിക്കുന്ന രത്നമാണ് പവിഴം. പവിഴപ്പുറ്റുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പദാർത്ഥം കാൽസ്യം കാർബണേറ്റ് കൊണ്ടാണ് പവിഴപ്പുറ്റുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കാൽസ്യം ഓക്സൈഡ് ജലവുമായി പ്രവർത്തിച്ച് ഉണ്ടാകുന്ന പദാർത്ഥം കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് കുമ്മായം. ജലത്തിന്റെ കാഠിന്യം മാറ്റാൻ ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തമാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. കുമ്മായക്കൂട്ട് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തമാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഡ്രൈയിങ് ഏജന്റായി ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തമാണ് അൺഹൈഡ്രഡ് കാൽസ്യം ക്ലോറൈഡ്. വാതകങ്ങളുടെ ഡീഹൈഡ്രേഷനായി ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തമാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ലൈം, ക്വിക്ലൈം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കാൽസ്യം സംയുക്തമാണ് കാൽസ്യം ഓക്സൈഡ്. ലൈം, ക്വിക്ലൈം എന്നറിയപ്പെടുന്നത് കാൽസ്യം ഓക്സൈഡ് ആണ്. ചുണ്ണാമ്പുകല്ല്, കക്ക എന്നിവയിൽ ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ചുണ്ണാമ്പ് വെള്ളത്തെ പാൽനിറമാക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. സിമന്റ് എന്നത് കാൽസ്യം അലുമിനേറ്റുകളുടെയും കാൽസ്യം സിലിക്കേറ്റുകളുടെയും ഒരു മിശ്രിതമാണ്. സിമന്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു ചുണ്ണാമ്പുകല്ലാണ്. സിമന്റ് നിർമ്മാണത്തിൽ അസംസ്കൃത വസ്തുക്കൾ ചൂടാക്കുന്ന ഊഷ്മാവ് 1500 ഡിഗ്രി സെൽഷ്യസ് ആണ്. സാധാരണ ഉപയോഗിക്കുന്ന സിമന്റ് പോർട്ട്ലാൻഡ് സിമന്റ് ആണ് സാധാരണ ഉപയോഗിക്കുന്ന സിമന്റ്. സിമന്റിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥം കാൽസ്യം ഓക്സൈഡ് ആണ്. സിമന്റിന്റെ സെറ്റിങ്ങിന് കാരണം സിമന്റിലെ അലുമിനേറ്റുകളുടെയും സിലിക്കേറ്റുകളുടെയും ജല സംയോജനമാണ്. കെട്ടിടങ്ങളുടെ കോൺക്രീറ്റ് വേളയിൽ കയ്യുറകളും കാലുറകളും ധരിക്കാൻ കാരണം സിമന്റും ജലവുമായുള്ള പ്രവർത്തനം താപമോചകമായതിനാൽ പൊള്ളലേൽക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ്. സിമന്റിന്റെ സെറ്റിംഗ് സമയം നിയന്ത്രിക്കുന്നതിന് സിമന്റ് നിർമ്മാണ സമയത്ത് ചേർക്കുന്ന കാൽസ്യം സംയുക്തം ജിപ്സമാണ്. CaSO4 2H2O ആണ് ജിപ്സം എന്ന് പറയുന്നത്. ജിപ്സം ലോഹത്തിന്റെ ധാതുവാണ്. ഏത് ലോഹത്തിന്റെ ധാതുവാണ്? കാൽസ്യത്തിന്റെ ധാതുവാണ്. കാൽസ്യം. ജിപ്സത്തെ 125 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നമാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. CaSO4 2H2O. ബാൻഡേജ്, പ്രതിമകൾ, മേൽക്കൂരകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തമാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. പ്രകൃതിയാലുള്ള ഒരു ബെറിലിയം സംയുക്തമാണ് എമറാൾഡ് എന്ന് പറയുന്നത് പ്രകൃതിയാലുള്ള ഒരു ബെറിലിയം സംയുക്തമാണ്. എക്സ്റേ ട്യൂബിന്റെ വിൻഡോ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന
ലോഹമാണ് ബെറിലിയം. എക്സ്റേ ട്യൂബിൻ്റെ വിൻഡോ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബെറിലിയമാണ്. വെടിമരുന്ന് കത്തുമ്പോൾ മഞ്ഞ നിറം ലഭിക്കാനായി ചേർക്കുന്നത് സോഡിയമാണ്. മഞ്ഞ നിറം ലഭിക്കാനായി ചേർക്കുന്നത് സോഡിയമാണ്. ഓറഞ്ച് നിറം ലഭിക്കാനായി ചേർക്കുന്നത് കാൽസ്യമാണ്. ഓറഞ്ച് നിറം ലഭിക്കാനായി ചേർക്കുന്നത്. ചുവപ്പ് നിറം ലഭിക്കാനായി ചേർക്കുന്നത് സ്ട്രോൺഷ്യമാണ്. ചുവപ്പ് നിറം ലഭിക്കാനായി ചേർക്കുന്നത്. പച്ച നിറം ലഭിക്കാനായി ചേർക്കുന്നത് ബേരിയമാണ്. പച്ച നിറം ലഭിക്കാനായി ചേർക്കുന്നത്. ഇനി മറ്റു ലോഹങ്ങളാണ്. അലുമിനിയം നോക്കാം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് അലുമിനിയമാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് അലുമിനിയം. ആദ്യമായി അലുമിനിയം വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ഹാൻസ് ഈസ്റ്റഡ് ആണ്. ആദ്യമായി അലുമിനിയം വേർതിരിച്ചെടുത്തിട്ടുള്ള ശാസ്ത്രജ്ഞൻ ഹാൻസ് ഈസ്റ്റഡ് ആണ്. അലുമിനിയം വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുവാനുള്ള ലളിതമായ മാർഗം കണ്ടുപിടിച്ചത് ചാൾസ് മാർട്ടിൻ ഹാളാണ്. പോൾ ഹെറോൾട്ടും ചാൾസ് മാർട്ടിൻ ഹാളുമാണ് അലുമിനിയം വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുവാനുള്ള ലളിതമായിട്ടുള്ള മാർഗം കണ്ടുപിടിച്ചത്. അലുമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ് ആണ്. Al2O3H2O. അലുമിനിയത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന അപദ്രവ്യം സിലിക്കൺ ഡൈ ഓക്സൈഡ് ആണ് അലുമിനിയത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന അപദ്രവ്യം. സിലിക്കൺ ഡൈ ഓക്സൈഡ്. ബോക്സൈറ്റിൽ നിന്നും അലുമിനിയം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ബേയേഴ്സ് പ്രക്രിയയാണ് ബോക്സൈറ്റിൽ നിന്നും അലുമിനിയം നിർമ്മിക്കുന്ന പ്രക്രിയ. ബോക്സൈറ്റിൽ നിന്നാണല്ലോ, അപ്പോൾ ബോക്സൈറ്റ് ബേയേഴ്സ് പ്രക്രിയ. ബോക്സൈറ്റിൽ നിന്നും അലുമിനിയം ആദ്യമായി വേർതിരിച്ചത് ചാൾസ് മാർട്ടിൻ ഹാളാണ് ബോക്സൈറ്റിൽ നിന്നും അലുമിനിയം ആദ്യമായി വേർതിരിച്ചത്. ബോക്സൈറ്റിൻ്റെ സാന്ദ്രണ രീതി ലീച്ചിങ് ആണ്. ആഹാര പദാർത്ഥങ്ങൾ പൊതിഞ്ഞു സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് അലുമിനിയം. സീഡികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ചോദിച്ചാലും അലുമിനിയം തന്നെയാണ്. ആസിഡിൻ്റെയും ആൽക്കലിയുടെയും ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന ലോഹം അലുമിനിയമാണ്. ഇനി ബയോളജിയാണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. ബയോളജിയിലെ പരിസ്ഥിതി കഴിയുന്നില്ല അല്ലേ, കുറേ ഉണ്ട്. പരിസ്ഥിതിയും അതുപോലെ തന്നെ കൃഷിയും കുറേ ഉള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം. പരിസ്ഥിതിയിൽ നമ്മൾ വരൾച്ച നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് പ്രകൃതി ക്ഷോഭങ്ങൾ, അതുപോലെ തന്നെ പ്രകൃതി ക്ഷോഭങ്ങളായിട്ടുള്ള വെള്ളപ്പൊക്കം നമ്മൾ പറഞ്ഞു. ഇനി അടുത്തതായിട്ട് നോക്കുന്നത് വരൾച്ചയാണ്. നോക്കാം. മഴയുടെ അപര്യാപ്തത, അമിത ബാഷ്പീകരണം, ഭൂഗർഭജലം, ജലസ്രോതസ്സുകളിലെ ജലത്തിൻ്റെ അമിത ഉപയോഗം എന്നിവ കാരണം സാധാരണയിൽ നിന്നും വർദ്ധിതമായ തോതിൽ ഉണ്ടാകുന്ന ജലക്ഷാമം അറിയപ്പെടുന്നത് വരൾച്ചയാണ്. വരൾച്ച ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രകൃതിദത്തമായ കാരണങ്ങളുണ്ട്, കാലാവസ്ഥാ വ്യതിയാനമുണ്ട്, വർദ്ധിച്ചു വരുന്ന ജലത്തിൻ്റെ ആവശ്യകതയുണ്ട്, വനനശീകരണം, ആഗോളതാപനം. ഇനി വിവിധ തരം വരൾച്ചകളാണ്. കാലാവസ്ഥാപരമായ വരൾച്ച, മണ്ണിൻ്റെ ഈർപ്പ വരൾച്ച, ഹൈഡ്രോളജിക്കൽ വരൾച്ച, ഇക്കോളജിക്കൽ വരൾച്ച. ഉരുൾപൊട്ടൽ നോക്കാം. ചരിവ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ ചുരുങ്ങിയ സമയത്തിൽ അതിശക്തമായ മഴ പെയ്യുമ്പോൾ ധാരാളം ജലം മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുകയും അത് മണ്ണിലെ സുഷിരങ്ങളിൽ കനത്ത സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നു. ഇളകിയ പാറയുടെയും മറ്റും അടിയിലെ മണ്ണ് വെള്ളത്തിൻ്റെ തള്ളൽ മൂലം താഴേക്ക് നീങ്ങാൻ ഇടയാക്കുകയും ഭൂഗുരുത്വം മൂലം ആ ഭാഗം ഒന്നാകുകയോ ഭാഗികമായോ വൻ ശബ്ദത്തോടെ ഇടിഞ്ഞു വീഴുന്നതിന് കാരണമാകുന്നു. ഈ പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ. ഭൂകമ്പം ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണങ്ങളാണ് ഫലകചലനം, ഭ്രംശനം, ഖനികളുടെ മേൽക്കൂര ഇടിഞ്ഞു വീഴുന്നത്, ജലസംഭരണികളിലെ സമ്മർദ്ദം, പർവ്വതങ്ങളിലുണ്ടാകുന്ന പ്രതിഭാസങ്ങൾ. ഉരുൾപൊട്ടലിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് പ്രദേശത്തിൻ്റെ ഭൗമഘടന, രൂപീകരണ സഹായികൾ, ചെരിവ്, ഭൂവിനിയോഗം, സസ്യാവരണം, മനുഷ്യൻ്റെ ഇടപെടലുകൾ എന്നിവ. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായിട്ട് പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പും സംവിധാനങ്ങളും നോക്കാം. സർക്കാർ ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെല്ല്, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ജലോപരിതലത്തിലെ പോഷണങ്ങളുടെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നത് മൂലം പ്ലവകങ്ങൾ അഥവാ ആൽഗകൾ ധാരാളമായി വളരുന്ന പ്രക്രിയയാണ് ആൽഗൽ ബ്ലൂം എന്ന് പറയുന്നത്. ജലോപരിതലത്തിലെ പോഷകങ്ങളുടെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നത് മൂലം പ്ലവകങ്ങൾ അഥവാ ആൽഗകൾ ധാരാളമായി വളരുന്ന പ്രക്രിയയാണ്. അപ്പം കേരളത്തിൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടായ പ്രധാന സ്ഥലങ്ങൾ നോക്കാം. അമ്പുരി, തിരുവനന്തപുരത്ത് അമ്പുരിയിൽ 2001, വെണ്ണിയാണി ഇടുക്കി 2001 തന്നെയാണ്. വെണ്ണിയാണി ഇടുക്കി 2001. പുല്ലൂരാംപാറ കോഴിക്കോടാണ്. പുല്ലൂരാംപാറ 2012 ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത്. 2013 ഇടുക്കിയിലെ ചീയപ്പാറയിൽ 2013 2019 മലപ്പുറത്ത് കവളപ്പാറ മലപ്പുറം. 2019 വയനാട്ടിലെ പുത്തുമലയിൽ 2019. 2020 പെട്ടിമുടി ഇടുക്കിയിൽ. ഇനി ജലത്തിൻ്റെ കൂടുതൽ പായലുകൾ വളരാൻ ഇടയാക്കുന്ന ജീർണിച്ച ഓക്സിജന്റെ അളവ് കുറയുന്ന പ്രക്രിയയാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. ജലത്തിൽ കൂടുതൽ പായലുകൾ വളരാൻ ഇടയാക്കുന്ന അവ ജീർണിച്ച് ഓക്സിജന്റെ അളവ് കുറയുന്ന പ്രക്രിയയാണ് യൂട്രോഫിക്കേഷൻ നടക്കുന്ന ജലാശയങ്ങളിൽ അമിതമായി വളരുന്ന സസ്യമാണ് കുളവാഴ. ലോകമെമ്പാടുമുള്ള ജലാശയങ്ങൾക്ക് നാശം വിതക്കുന്ന കളയാണ് കുളവാഴ.
ബംഗാളിലെ പേടി സ്വപ്നം എന്ന് പൊതുവെ അറിയപ്പെടുന്ന സസ്യമാണ് കുളവാഴ. കുളവാഴ ബംഗാളിലെ പേടി സ്വപ്നം എന്ന് പൊതുവെ അറിയപ്പെടുന്ന സസ്യമാണ് കുളവാഴ. ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്ക് പ്രകാരം പ്രതിദിനം ലോകമൊട്ടാകെ ജലത്തിലേക്ക് തള്ളപ്പെടുന്ന മാലിന്യങ്ങൾ 20 ലക്ഷം ടൺ മാലിന്യങ്ങളാണ്. 20 ലക്ഷം ടൺ മാലിന്യങ്ങളാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്ക് പ്രകാരം പ്രതിദിനം ലോകമൊട്ടാകെ ജലത്തിലേക്ക് തള്ളപ്പെടുന്ന മാലിന്യങ്ങൾ. വിഷവാതകങ്ങൾ മൂടൽമഞ്ഞിൻ്റെയും സൂര്യപ്രകാശത്തിൻ്റെയും സാന്നിധ്യത്തിൽ വായുവിലെ കണങ്ങളുമായി സംയോജിപ്പിച്ച് ഉണ്ടാകുന്നത് ഹിമധൂമികയാണ്. സ്മോഗാണ്. വിഷവാതകങ്ങൾ മൂടൽമഞ്ഞിൻ്റെയും സൂര്യപ്രകാശത്തിൻ്റെയും സാന്നിധ്യത്തിൽ വായുവിലെ കണങ്ങളുമായി സംയോജിപ്പിച്ച് ഉണ്ടാകുന്നത്. വ്യാവസായിക നഗരങ്ങളിൽ വായു മലിനീകരണം ഉണ്ടാകുന്ന ഒരു ഘടകം ഹിമധൂമികയാണ്. താപനിലയത്തിൽ നിന്നും പുറന്തള്ളുന്ന മലിനീകാരികളിലെ 99% പാർട്ടിക്കുലേറ്റ് മാറ്ററും നീക്കം ചെയ്യാൻ കഴിയുന്ന ഉപകരണം ഇലക്ട്രോസ്റ്റാറ്റിക് പ്രിൻസിപ്പിറ്റേറ്ററാണ്. ഫോസിൽ ഇന്ധനങ്ങൾ കത്തുന്നത് വഴി ഉണ്ടാകുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഫോസിൽ ഇന്ധനങ്ങൾ കത്തുന്നത് വഴി ഉണ്ടാകുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. കാറ്റലിസ്റ്റിക് കൺവെർട്ടർ ഘടിപ്പിച്ച് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് ലെഡ് രഹിത പെട്രോളാണ്. കാറ്റലിസ്റ്റിക് കൺവെർട്ടർ ഉപയോഗിച്ച് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത്. ഒച്ച ഒരു മലിനീകാരിയായി ഉപയോഗപ്പെടുത്തി വായു മലിനീകരണം തടയലും നിയന്ത്രണവും നിയമം നിലവിൽ വന്ന വർഷം 1987. അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ ഫലമായി സൾഫർ സംയുക്തങ്ങൾ മഴയിൽ അലിഞ്ഞു ചേരുന്നത് മൂലം ഉണ്ടാകുന്നത് അമ്ലമഴയാണ്. അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ ഫലമായി സൾഫർ സംയുക്തങ്ങൾ മഴയിൽ അലിഞ്ഞു ചേരുന്നത് മൂലം ഉണ്ടാകുന്നത് അമ്ലമഴയാണ്. അന്തരീക്ഷത്തിലേക്ക് ശുദ്ധവായു പമ്പ് ചെയ്യുന്ന കൂറ്റൻ യന്ത്രങ്ങൾ സ്ഥാപിച്ച നഗര ഭരണകൂടം ഡൽഹിയാണ്. പൊതുസ്ഥലങ്ങളിൽ ടയറുകൾ കത്തിക്കുന്നതിന് നിരോധിച്ച ദേശീയ ട്രൈബ്യൂണലാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ. ശുദ്ധവായു ശ്വസിക്കാൻ വേണ്ടി ഓക്സിജൻ പാർലറുകളുള്ള രാജ്യമാണ് ജപ്പാൻ. പരിസ്ഥിതി സൗഹാർദ്ദമല്ലാത്ത മാലിന്യ സംസ്കരണ രീതിയാണ് കത്തിക്കൽ. ഹരിതഗൃഹ പ്രഭാവം നോക്കാം. ഭൂമിയിൽ നിന്നും തിരികെ പോകുന്ന താപകിരണങ്ങൾ വീണ്ടും ഭൂമിയിൽ എത്തുന്ന പ്രതിഭാസമാണ് ഹരിതഗൃഹ പ്രഭാവം കണ്ടെത്തിയത് ജോസഫ് ഫോറിയറാണ് ഹരിതഗൃഹ പ്രഭാവം കണ്ടെത്തിയത്. ഇനി ഹരിതഗൃഹ പ്രഭാവത്തിൻ്റെ ഫലമായി ഭൂമിയുടെ താപനില കൂടുന്ന അവസ്ഥയാണ് ആഗോളതാപനം. വനനശീകരണം, വ്യവസായവൽക്കരണം എന്നിവ മൂലം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നത് മൂലം ഉണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നമാണ് ആഗോളതാപനം. 20-ാം നൂറ്റാണ്ടിൽ ഹരിതഗൃഹ വാതകങ്ങളുടെ അളവിലുണ്ടാകുന്ന ക്രമാതീതമായ വർധനവ് അന്തരീക്ഷത്തിലെ ശരാശരി താപനിലയിൽ വരുത്തിയ വർധനവാണ് 0.4 ഡിഗ്രി സെൽഷ്യസ്. ഹരിതഗൃഹ പ്രഭാവത്തിനും ആഗോള താപനത്തിനും കാരണമാകുന്ന പ്രധാന വാതകം കാർബൺ ഡൈ ഓക്സൈഡാണ്. ഹരിതഗൃഹ പ്രഭാവത്തിനും ആഗോള താപനത്തിനും കാരണമാകുന്ന മറ്റു വാതകങ്ങളാണ് മീഥേൻ, നൈട്രസ് ഓക്സൈഡ്, ക്ലോറോഫ്ലൂറോ കാർബൺ. ശൈത്യമേഖലാ രാജ്യങ്ങളിൽ കെട്ടിടത്തിൽ നിർമ്മിക്കുമ്പോൾ കൂടുതലായി ഉപയോഗിക്കുന്നത് സ്ഫടികമാണ്. ആഗോള താപന ഫലമായി വംശനാശം സംഭവിച്ച ആദ്യ ജീവിയാണ് സ്വർണ്ണത്തവള. ആഗോള താപനത്തിന്റെ ഫലമായി സമീപഭാവിയിൽ നശിക്കാൻ സാധ്യതയുള്ള പ്രദേശം ഹവായിയൻ ദ്വീപുകൾ. ആഗോളതാപനം തടയാനുള്ള മാർഗ്ഗങ്ങൾ ഫോസിൽ ഇന്ധനത്തിന്റെ ഉപയോഗം കുറയ്ക്കുക, ഊർജ്ജോൽപാദനത്തിന്റെ ക്ഷമത വർദ്ധിപ്പിക്കുക, വനനശീകരണം കുറയ്ക്കുക, മരങ്ങൾ വെച്ചു പിടിപ്പിക്കുക, ജനസംഖ്യ നിയന്ത്രിക്കുക. വിവിധ തരം മലിനീകരണമാണ് പരിസ്ഥിതിയിലെ വായു, മണ്ണ്, ജലം എന്നിവയുടെ ഭൗതികവും രാസപരവുമായ സ്വാഭാവിക ഗുണങ്ങളിൽ മനുഷ്യനോ മറ്റു ജന്തുക്കൾക്കോ ഹാനികരമാകും വിധം പ്രതികൂല മാറ്റങ്ങൾ സംഭവിക്കുന്ന പ്രക്രിയയാണ് മലിനീകരണം. അനഭിലഷണീയമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഘടകങ്ങൾ മലിനീകാരികളാണ്. ഇന്ത്യയിൽ മലിനീകരണ നിയന്ത്രണ നിയമം പാസാക്കിയ വർഷം 1974. ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാന തല മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥാപിതമായ സംസ്ഥാനം കേരളമാണ്. വിവിധ തരം മലിനീകരണങ്ങൾ: വായു മലിനീകരണം, ജലമലിനീകരണം, മണ്ണ് മലിനീകരണം, ശബ്ദ മലിനീകരണം, ആണവ മലിനീകരണം. വായു മലിനീകരണം മനുഷ്യ സമൂഹത്തിനും മറ്റുമുള്ള ആവാസ വ്യവസ്ഥയ്ക്കും ഹാനികരമാകുന്ന രീതിയിൽ അന്തരീക്ഷ വായു വിഷലിപ്തമാക്കുന്ന അവസ്ഥയാണ് വായു മലിനീകരണം. കറന്റ് ഫാക്ട്: വായു മലിനീകരണം കുറയ്ക്കുന്നത് ലക്ഷ്യമാക്കി പേഡ് ലഗാവോ പര്യാവരൺ ബച്ചാവോ സംരംഭം ആരംഭിച്ച കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയാണ്. വായു മലിനീകരണത്തിന്റെ പ്രധാന കാരണങ്ങൾ മനുഷ്യനിർമ്മിത പ്രവർത്തനങ്ങൾ, പ്രകൃതി പ്രതിഭാസങ്ങൾ, മനുഷ്യനിർമ്മിത പ്രവർത്തനങ്ങളിൽ വരുന്നത് വാഹനങ്ങളാണ്. ഒന്നാമതായിട്ട് വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന പുകയിൽ കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ് എന്നീ വിഷപദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്നു. അപ്പം ഇനി അടുത്തതായിട്ട് മനുഷ്യ പ്രവർത്തനങ്ങളിൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം വായു മലിനീകരണത്തിൻ്റെ ബാക്കി ഭാഗം നമ്മൾ അടുത്ത ക്ലാസ്സിലായിട്ടും ആയിരിക്കും ചർച്ച ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇനി അടുത്തതായിട്ട് നമ്മൾ പദശുദ്ധിയാണ് നോക്കാൻ പോകുന്നത്. മലയാളത്തിലെ പദശുദ്ധി.
പദശുദ്ധി എന്ന് പറയുന്നത് കുറച്ച് അധികമുണ്ട്. നമ്മൾ കുറച്ച് ക്ലാസ്സുകളായിട്ടായിരിക്കും അതെടുക്കുന്നത് കേട്ടോ. അജ്ഞത, അശ്രദ്ധ തുടങ്ങിയ പല കാര്യങ്ങളിൽ ഭാഷയിൽ ഉറച്ചുപോയ നിരവധി അശുദ്ധ പദങ്ങളും പ്രയോഗങ്ങളുമുണ്ട്. യാതൊരു നിയന്ത്രണവുമില്ലാതെ ഭാഷയിൽ ഉപയോഗിക്കുന്ന ഈ അപശബ്ദങ്ങളെയും വികല പ്രയോഗങ്ങളെയും ഒഴിവാക്കുമ്പോഴാണ് ഭാഷ ശുദ്ധവും സൂക്ഷ്മവുമാകുന്നത്. അപ്പം തെറ്റായിട്ടും ശരിയായിട്ടും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം തെറ്റ് വായിച്ചിട്ട് നമ്മൾ ശരി നോക്കുകയാണ്. അപ്പം അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് തന്നെ മനസ്സിലാക്കണം. അഞ്ജനം, അഞ്ജനം എന്ന് തെറ്റായിട്ട് എഴുതിയിട്ടുള്ളത് അഞ്ജനം, അഞ്ച് എന്നുള്ളതിൻ്റെ അഞ്ജനമാണ് കേട്ടോ. അപ്പം ഇനി അഞ്ജനം എന്നാണ് ശരിയായിട്ടുള്ളത്. അഞ്ജനം, അഞ്ജനം എന്നാണ് ശരി. ഇനി അഞ്ജലി, അഞ്ജലി ആണ് ശരിയായിട്ടുള്ളത്. അങ്കജനാണെങ്കിൽ അങ്കജൻ എന്നതാണ് ശരിയായിട്ടുള്ളത്. അങ്കജൻ. അംഗവൈകല്യം അല്ലേ, അംഗവൈകല്യം തെറ്റായിട്ട് കൊടുത്തിട്ടുള്ളത് അംഗവൈകല്യം എന്നാണ്, എന്നാൽ ശരിയായിട്ടുള്ളത് അംഗവൈകല്യം. അംഗച്ഛേദം, അംഗച്ഛേദം എന്ന് കൊടുത്തിട്ടുള്ളത് ശരിയായിട്ട് വരുന്നത് അംഗച്ഛേദമാണ്, അംഗച്ഛേദം. അപരാധി, അപരാധി, അപരാധി. അപേക്ഷകൻ, അപേക്ഷകൻ, അപേക്ഷകൻ എന്നാണ്, അപേക്ഷകൻ എന്നാണ് തെറ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. അങ്കുശി ആണെങ്കിൽ അങ്കുഷിയാണ്, അങ്കുശി, അങ്കുശി. അങ്കുലി, അത് മാറിയിട്ട് അങ്കുലിയായി. അതിഥി, അതിഥി, അതിഥി. അതിമാസം, അതിമാസം, അതിമാസം. അനഘൻ, അനഘൻ, അനഘൻ. അനുമോദം, അനുമോദം അല്ലേ, അനുമോദം എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, എന്നാൽ ശരിയായിട്ടുള്ളത് അനുമോദമാണ്. അതാത്, അതാത് എന്നുള്ളത് തെറ്റാണ്, അതത് എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. അധിപതി, അധിപതിയാണ്, അധിപതി എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, എന്നാൽ അധിപതിയാണ് ശരിയായിട്ടുള്ളത്. അധിരഥൻ, അധിരഥനാണ്, അധിരഥനാണ്. രഥൻ കഥയുടെ ദായാണ്. അത്യാവശ്യം, അത്യാവശ്യം, അത്യാവശ്യം എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, അത്യാവശ്യം എന്നാണ് ശരിയായിട്ടുള്ളത്. അതിവൃഷ്ടി, അതിവൃഷ്ടിയാണ്, അതിവൃഷ്ടിയാണ്. ഇനി അധിഷ്ഠിതം, അധിഷ്ഠിതം ആണ് ശരിയായിട്ടുള്ളത്, അധിഷ്ഠിതം. ദായാണ് മാറ്റമുള്ളത്. ഇനി അത്യുജ്വലം, അത്യുജ്വലത്തിൽ അത്യുജ്വലം എന്നാണ് എഴുതിയിട്ടുള്ളത്, അത്യുജ്വലമാണ് ശരിയായിട്ടുള്ളത്. ഇനി അതിർത്തി, അതിർത്തി എന്നുള്ളത് അതിർത്തി എന്നാണ് കൊടുത്തിട്ടുള്ളത്, എന്നാൽ അതിർത്തി ആണ് ശരിയായിട്ടുള്ളത്. അതീവമായ എന്ന് പറയില്ല, അതീവ എന്നേ പറയുന്നുള്ളൂ, അതീവ. അത്രൈവ, അത്രൈവ എന്ന് പറയുന്നത് അത്രൈവ എന്നാണ് ശരിയായിട്ടുള്ളത്, അത്രൈവ. അതിഥി, അതിഥിയാണ്, അതിഥി നമ്മൾ നേരത്തെ നോക്കി. ഇനി അത്ഭുതം, അത്ഭുതമാണ് അല്ലേ, അത്ഭുതമാണ്. ഇനി അടുത്തത് തെറ്റ് ശരിയാണ്. അനന്തിരവൻ എന്ന് കൊടുത്തിട്ടുണ്ട്, തെറ്റായിട്ടുള്ളത് അനന്തരവനാണ് ശരിയായിട്ടുള്ളത്, അനന്തരവൻ. അനാച്ഛാദനം, അനാച്ഛാദനമാണ്, അനാച്ഛാദനമല്ല, അനാച്ഛാദനമാണ്. അനാവശ്യം, അനാവശ്യമല്ല, അനാവശ്യമാണ്. അനുകൂലൻ, അനുകൂലൻ എന്നാണ് തെറ്റായിട്ട് കൊടുത്തിട്ടുള്ളത്, അനുകൂലനാണ്. അനുരഞ്ജനം കൊടുത്തിട്ടുണ്ട്, അനിരഞ്ജനമല്ല, അനുരഞ്ജനമാണ്. അനുഷ്ഠാനം, അനുഷ്ഠാനം, അനുഷ്ഠാനം എന്നാണ് തെറ്റിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്, അനുഷ്ഠാനമാണ് ശരിയായിട്ടുള്ളത്. ഇനി അനുഗ്രഹം എന്നാണ് കൊടുത്തിട്ടുള്ളത്, അത് തെറ്റാണ്, അനുഗ്രഹമാണ് ശരിയായിട്ടുള്ളത്. എന്നാൽ അനുഗ്രഹീതനാണെങ്കിലോ അത് അനുഗ്രഹീതൻ എന്നാണ് ശരിയായിട്ടുള്ളത്. അനാരഥം എന്നുള്ളത് അനാരഥം എന്നതാണ് ശരിയായിട്ടുള്ളത്. ഇനി അദ്വിതീയം, അദ്വിതീയം ശരിയായിട്ടുള്ളത് അദ്വിതീയം. അനിശ്ചിതം അല്ലേ, അനിശ്ചിതം എന്നാണ് തെറ്റ് കൊടുത്തിട്ടുള്ളത്, അനിശ്ചിതമാണ് ശരി. അനുച്ഛേദം, അനുച്ഛേദം എന്നാണ് കൊടുത്തിട്ടുള്ളത്, അനുച്ഛേദം എന്നാണ് കൊടുത്തിട്ടുള്ളത്, അനുച്ഛേദമാണ് ശരിയായിട്ടുള്ളത്. അധ്യാത്മികം, അധ്യാത്മികം, അധ്യാത്മികം. അപ്പം അത് തെറ്റായിട്ട് കൊടുത്തിട്ടുള്ളത് അധ്യാത്മികം എന്നുള്ളതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് അധ്യക്ഷ്യമാണ്, അധ്യക്ഷം, അധ്യക്ഷമാണ് ശരിയായിട്ട്. ഇനി അധകൃതനാണ്, അധകൃതൻ, അധകൃതൻ, അധകൃതൻ. അചാനബാഹുവല്ല, അചാനുബാഹുവാണ്, അചാനബാഹുവല്ല, അചാനുബാഹുവാണ്. അനച്ഛന്തം, ആനച്ഛന്തം, ആനച്ഛന്തമാണ് ശരിയായിട്ടുള്ളത്. ആനപ്പിണ്ടം ശരിയായിട്ടുള്ളത് ആനപ്പിണ്ഡം എന്നാണ്. ഇനി ആണത്വം, ആണത്വം അല്ല, ആണത്വമാണ്. അപശ്ചങ്ക, ആപശ്ചങ്കയാണ്, ആപച്ചങ്ക. ആയുഷ്ചിട്ടം, ആയുഷ്ചിടം എന്നുള്ളത് ആയുഷിഷ്ടം എന്നാണ്, ആയുഷിഷ്ടം. ഇനി അഭിവാഞ്ച എന്നുള്ളത് അഭിവാഞ്ച എന്നാണ് ശരിയായിട്ടുള്ളത്. അശേഷം, അശേഷത്തിന് രണ്ട് ഷ വേണ്ട, ഒരു ഷ മതി, അശേഷം. അസഹനീയം, അസഹനീയം, അസഹനീയമല്ല, അസഹനീയമാണ്. അസ്വാദ്യം, അസ്വാദ്യമല്ല, ആസ്വാദ്യമാണ്, ആസ്വാദ്യമാണ്. അന്തശ്ചിന്ദ്രം, അന്തശ്ചിന്ദ്രം എന്നാണ് കൊടുത്തിട്ടുള്ളത്, അന്തശ്ചിന്ദ്രമാണ് ശരിയായിട്ടുള്ളത്, അന്തശ്ചിന്ദ്രം. അപഘൃതനം എന്നുള്ളത് അപഘൃതനം ആണ് ശരിയായിട്ടുള്ളത്. അബ്ദം, അബ്ദമാണ് ശരിയായിട്ടുള്ളത്, അബ്ദം. ഇനി അബ്ദിയാണെങ്കിൽ അബ്ദിയാണ്, ദാക്ക് മാറ്റമുണ്ട്.
അഭ്യസ്ത വിദ്യനാണ് അഭ്യസ്ത വിദ്യൻ, അഭ്യസ്ത വിദ്യൻ, അഭ്യസ്ത വിദ്യൻ. സ്ത എന്നുള്ളതിൽ മാറ്റമുണ്ട്. അഭിപ്രായൈക്യം, അഭിപ്രായൈക്യമല്ല അഭിപ്രായൈക്യമാണ്. അജഗജാന്തരം എന്നുള്ളത് അജഗജാന്തരം, ശ്രദ്ധിച്ചു നോക്കി വായിക്കാം. അരകല്ല്, അരക്കല്ല് എന്നല്ല അരകല്ല് എന്നാണ് ശരിയായിട്ടുള്ളത്. അല്ലെങ്കിൽ എന്നുള്ളത് അല്ലെങ്കിൽ എന്നാണ് ശരിയായിട്ടുള്ളത്. അപ്പം ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് സിനോണിമാണ്. സിനോണിമിൽ അബാണ്ടൻ, അബാണ്ടൻ എന്ന് പറയുന്നത് ഉപേക്ഷിക്കുക എന്നാണ് അല്ലേ, ഉപേക്ഷിക്കുക. അപ്പം ലീവ്, ഫോർസേക്ക്, ഫോർസേക്ക്, ലീവ്, ഫോർസേക്ക്, അബാണ്ടൻ. അബേസ് തരം താഴ്ത്തുക, അബേസ് തരം താഴ്ത്തുക, ബേസ് ഉണ്ടല്ലോ അപ്പോൾ താഴ്ത്തുക, അബേസ് തരം താഴ്ത്തുക. ഹ്യൂമിലേറ്റ് ഡിഗ്രേഡ് ചെയ്യുക, ഡിഗ്രേഡ് ഹ്യൂമിലേറ്റ്. ഇനി അഭാഷ് കുഴക്കുക, അഭാഷ് കുഴക്കുക. എബ്രാസ്, അതുപോലെ ഡിസ്കൺസേർട്ട്, എംബ്രാസ്, അതാണ് കുഴക്കുക എന്നത്. ഇനി അബേറ്റ് ആണെങ്കിൽ ക്ഷമിക്കുക, അബേറ്റ് ക്ഷമിക്കുക. ഡിക്രീസ്, ലെസൺ, ഡിമിനിഷ്, ഡിക്രീസ്, ലെസൺ, ഡിമിനിഷ്. ഇനി അബേറ്റ് ആണെങ്കിൽ പ്രേരിപ്പിക്കുക, അബേറ്റ് പ്രേരിപ്പിക്കുക. എൻകറേജ്, അസിസ്റ്റ്, അബേറ്റ് എൻകറേജ്, അസിസ്റ്റ്. അബെയ്ഡ് ആണെങ്കിൽ അനുസരിക്കുക, അബെയ്ഡ് ആണെങ്കിൽ അനുസരിക്കുക. ടോളറേറ്റ്, എൻജുവർ, ടോളറേറ്റ്, എൻജുവർ ആണ് അബെയ്ഡ്. അബ്ജക്റ്റ് ആണെങ്കിൽ മിസറബിൾ, റെച്ച്ഡ് അല്ലേ, മിസറബിളും റെച്ച്ഡുമാണ്. ഹീനമായ എന്നാണ് അർത്ഥം. അബ്ജക്റ്റ് ഹീനമായ, അബെയ്ഡ് അനുസരിക്കുക, അബ്ജക്റ്റ് ഹീനമായ. അബെറ്റ് പ്രേരിപ്പിക്കുക, അബെയ്റ്റ് ക്ഷമിക്കുക. അബാഷ് കുഴക്കുക, അബേസ് ആണെങ്കിൽ തരം താഴ്ത്തുക. അബാണ്ടൻ ഉപേക്ഷിക്കുക, അബാണ്ടൻ ഉപേക്ഷിക്കുക. അബേസ് തരം താഴ്ത്തുക. അബാഷ് കുഴക്കുക, അബെയ്റ്റ് ക്ഷമിക്കുക. അബെറ്റ് പ്രേരിപ്പിക്കുക, അബെയ്ഡ് അനുസരിക്കുക. അബ്ജക്റ്റ് ഹീനമായ. അബോളിഷ് ഇല്ലാതാക്കുക. സ്റ്റോപ്പ്, അബ്രോഗേറ്റ്, സ്റ്റോപ്പ് അബ്രോഗേറ്റ് ആണ് അബോളിഷ്. അബോമിനേറ്റ് വെറുക്കുക, അബോമിനേറ്റ് വെറുക്കുക. ഡിറ്റസ്റ്റ്, ലോത്തെ, ഡിറ്റസ്റ്റ്, ലോത്തെ എന്നുള്ളതാണ് വെറുക്കുക. ഡിറ്റസ്റ്റ്, ലോത്തെ. അബോർട്ടീവ് അലസിപ്പിക്കുന്ന. ഫ്രൂട്ട്ലെസ്, അൺസക്സസ്ഫുൾ, ഫ്രൂട്ട്ലെസ് അൺസക്സസ്ഫുള്ളാണ് അബോർട്ടീവ്. അബോർഷൻ നമ്മൾ അറിയാമല്ലേ, അപ്പോൾ അലസിപ്പിക്കുന്ന. ഫ്രൂട്ട്ലെസ് അൺസക്സസ്ഫുള്ളാണ്. ഇനി അബ്സല്യൂട്ട് പൂർണ്ണമായിട്ടുള്ളത്, അബ്സല്യൂട്ട് പൂർണ്ണമായ. അട്ടർ, അതുപോലെ തന്നെ പെർഫെക്റ്റ്. അട്ടർ എന്നൊക്കെ പറയുമല്ലോ അല്ലേ നമ്മൾ, അട്ടർ ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ളത്, അതിനെ അബ്സല്യൂട്ട്, അപൂർണമായ. അബ്സല്യൂട്ട് പൂർണ്ണമായ. അബ്രീവിയേറ്റ് ചുരുക്കുക, അബ്രീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ചുരുക്കി പറയുന്നതിനെയാണ് അല്ലേ. അപ്പം അബ്രിഡ്ജ്, കണ്ടൻസ്, ഷോർട്ടൺ, അബ്രിഡ്ജ്, കണ്ടൻസ്, ഷോർട്ടൺ. ഇനി അഫോർ ആണെങ്കിൽ വെറുക്കുക, അഫോർ ആണെങ്കിൽ വെറുക്കുക. ഹെയ്റ്റ്, ഡിറ്റസ്റ്റ്, ഹെയ്റ്റും ഡിറ്റസ്റ്റുമാണ് അഫോർ. അഫോർ നല്ല ബോറായിട്ട് വെറുക്കുക അല്ലേ, ബോറായിട്ട് വെറുക്കുക. ഹെയ്റ്റ്, ഡിറ്റസ്റ്റ്. എബിലിറ്റി കഴിവാണ്, എബിലിറ്റി കഴിവാണ്. കാപ്പബിലിറ്റി, ടാലൻറ്റ്, പവർ ഒക്കെ വരുന്നത് എബിലിറ്റിയിലാണ്. അബ്നോർമൽ അസാധാരണമായിട്ടുള്ളത്. അൺയൂഷ്വൽ, എസെൻട്രിക്, ഇറഗുലർ ആണ്. അൺയൂഷ്വൽ, അസെൻട്രിക്, ഇറഗുലർ. ഇനി അബോണ്ട് പര്യാപ്തമായിട്ടുള്ളത് എന്താണ്, പര്യാപ്തമായതാണ് അബോണ്ട്. പ്ലെൻറ്റി, അഡക്വേറ്റ്, പ്ലെൻറ്റി, അഡക്വേറ്റ്. അബ്രിഡ് ചുരുക്കുക, അബ്രിഡ്ജ് ചുരുക്കുക. ഷോർട്ടൺ, കണ്ടൻസ്, കംപ്രസ്. ഇനി അബ്രപ്റ്റ് പെട്ടെന്നുള്ള, അബ്രപ്റ്റ് പെട്ടെന്നുള്ള. സഡൻ, ഹാസ്റ്റി സഡൻ ആണ് അബ്രപ്റ്റ്. അബ്സ്റ്റെയിൻ ആണെങ്കിൽ വർജിക്കുക, അബ്സ്റ്റെയിന് വർജിക്കുക. റിഫ്രൈന്, ഡെസിസ്റ്റ് വർജിക്കുക. അബ്സ്റ്റെയിൻ എന്ന് പറയുന്നത് വർജിക്കുക. ഇനി അപ്സോഡ് ആണെങ്കിൽ അപ്സാഡ് ആണെങ്കിൽ മൂഢമായ, അപ്സാഡ് മൂഢമായ. റിഡിക്കുലസ്, സില്ലി. അക്ലൈം അംഗീകരിക്കുക, അപ്രൂവ് അല്ലേ, അക്ലൈം അംഗീകരിക്കുക, അപ്രൂവ്. അക്കംപ്ലിഷ് ആണെങ്കിൽ നേടുക, അച്ചീവ്, ഫുൾഫില്ല്. അക്കംപ്ലിഷ് നേടുക, അച്ചീവ്, ഫുൾഫില്ല്. അക്യുമുലേറ്റ് ആണെങ്കിൽ ശേഖരിക്കുക. കളക്ട്, സ്റ്റോർ. അഡാമനൻറ്റ് കർക്കശ്യമുള്ള. ഹാർഡ്, ഫിക്സ്ഡ്, ഡിറ്റർമിൻഡ്. അഡാമനൻറ്റ്, ഹാർഡ്, ഫിക്സ്ഡ്, ഡിറ്റർമിനൻറ്റ്. അഡിക്വേറ്റ് പര്യാപ്തമായ. സഫിഷ്യൻറ്റ്, ഇനഫ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിലെ ആ ഒരു ഭാഗത്തു നിന്ന് പൊളിറ്റിക്സിൽ നിന്നുള്ള പ്രധാനമന്ത്രിമാരാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ബാക്കിയാണ് നോക്കുന്നത് കേട്ടോ.
അടുത്തത് മൊറാർജി ദേശായി ആണ്. മൊറാർജി ദേശായി 1977 ടു 1979, ജനനം 1896 ഫെബ്രുവരി 29 ബൽസാർ, ഗുജറാത്തിലെ ബൽസാറിലായിരുന്നു. മരണം 1995 ഏപ്രിൽ 10. ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് ആരാണ്? ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി. ഉപപ്രധാനമന്ത്രിയായ ശേഷം പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തിയാണ്. മുഖ്യമന്ത്രിയായ ശേഷം പ്രധാനമന്ത്രിയായിട്ടുള്ള ആദ്യ വ്യക്തിയാണ്. മുഖ്യമന്ത്രിയായിട്ടുള്ള ശേഷം പിന്നെ പ്രധാനമന്ത്രിയായിട്ടുള്ള ആദ്യ വ്യക്തിയാണ്. ഉപപ്രധാനമന്ത്രിയായ ശേഷം പ്രധാനമന്ത്രിയായിട്ടുള്ള ആദ്യ വ്യക്തിയും മൊറാർജി ദേശായി ആണ്. 4 വർഷത്തിലൊരിക്കൽ ജന്മദിനം ആഘോഷിച്ചിരുന്ന പ്രധാനമന്ത്രിയാണ്. ഫെബ്രുവരി 29 ആണല്ലോ. അപ്പോൾ 4 വർഷത്തിലൊരിക്കൽ ജന്മദിനം ആഘോഷിച്ചിരുന്ന പ്രധാനമന്ത്രിയാണ്. ഉത്തർപ്രദേശിൻ്റെ പുറത്ത് ജനിച്ച ആദ്യ പ്രധാനമന്ത്രിയാണ്. ഉത്തർപ്രദേശിന് പുറത്ത് ജനിച്ച ആദ്യ പ്രധാനമന്ത്രിയാണ്. പാർലമെന്റിന് പുറത്ത് വെച്ച് രാജ്ഘട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ആദ്യ പ്രധാനമന്ത്രിയാണ്. പാർലമെന്റിന് പുറത്ത് വെച്ചിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ആദ്യ പ്രധാനമന്ത്രി. രാജിവെച്ചിട്ടുള്ള ആദ്യ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ധനമന്ത്രിയായിട്ടാണ് ഇരുന്നത്. ഏറ്റവും കൂടുതൽ തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചു. 10 തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചു. രണ്ടാമത് പി ചിദംബരമാണ്. 9 തവണയാണ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത്. റോളിംഗ് പ്ലാൻ നിലവിൽ വന്ന സമയത്തെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നവും പാകിസ്ഥാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ നിഷാൻ ഇ പാകിസ്ഥാനും ലഭിച്ച ഏക ഇന്ത്യക്കാരനാണ്. നെൽസൺ മണ്ടേലയ്ക്ക് ഈ 2 പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി. കാലാവധി പൂർത്തിയാക്കിയ ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയാണ് AB വാജ്പേയി. രണ്ടാമത് നരേന്ദ്രമോദിയാണ്. പ്രധാന കൃതികൾ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് ആണ്. നാച്ചുറൽ ക്യൂവർ, മിറക്കിൾ ഓഫ് യൂറിൻ തെറാപ്പി. ചരൺ സിംഗ് നോക്കാം. 1979 ടു 1980 കാലഘട്ടം. ജനനം 1902 ഡിസംബർ 23 നൂർപൂർ, ഉത്തർപ്രദേശിലാണ്. മരണം 1987 മെയ് 29. ഏറ്റവും കുറച്ചു കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രിയാണ് അല്ലേ. ഒരു വർഷമാണ് ഏറ്റവും കുറച്ചു കാലം അധികാരത്തിലിരുന്നിട്ടുള്ള പ്രധാനമന്ത്രിയാണ്. പാർലമെന്റിനെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത ഏക പ്രധാനമന്ത്രിയാണ്. ദേശീയ കർഷക ദിനമായി ആഘോഷിക്കുന്നത് ചരൺ സിംഗിന്റെ ജന്മദിനമാണ്. ദേശീയ കർഷക ദിനമായിട്ട് ആഘോഷിക്കുന്നത് ഡിസംബർ 23. ചൗധരി ചരൺ സിംഗ് അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ലക്നൌവിലാണ്. ചൗധരി ചരൺ സിംഗ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലക്നൌവിലാണ്. ഇനി പ്രധാന കൃതികൾ ഇന്ത്യാസ് ഇക്കണോമിക് പോളിസി, ദ ഗാന്ധിയൻ ബ്ലൂ പ്രിന്റ്, ലാൻഡ് റിഫോംസ് ഇൻ ദ UP ആൻഡ് ദ കുളാക്സ്. ഇനി രാജീവ് ഗാന്ധിയാണ്. 1984 ടു 89. ജനനം 1944 ഓഗസ്റ്റ് 20 ബോംബെയിലായിരുന്നു. മരണം 1991 മെയ് 21. ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് രാജീവ് ഗാന്ധിയാണ്. ഇന്ത്യൻ വിവരസാങ്കേതിക വിദ്യയുടെ പിതാവെന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയായ ശേഷം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായ വ്യക്തിയാണ്. 1986 ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയും 1987 ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതിയും ആരംഭിച്ചത് രാജീവ് ഗാന്ധിയുടെ കാലത്താണ്. അപ്പോൾ 1986 ദേശീയ വിദ്യാഭ്യാസ പദ്ധതി, 1987 ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി. ഇനി കൂറുമാറ്റ നിരോധന നിയമം നടപ്പിലാക്കി. ഭരണഘടനയുടെ 52-ാം ഭേദഗതിയിൽ വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കിയിട്ട് 61-ാം ഭേദഗതി പ്രകാരം 1989 ജവഹർ റോസ്ഗാർ യോജന ആരംഭിച്ച പ്രധാനമന്ത്രിയാണ്. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. 1984 സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. 1985 വധിക്കപ്പെട്ട രണ്ടാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവായിരിക്കെയാണ് രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടത്. രാജീവ് ഗാന്ധിയുടെ ജന്മദിനമായ ആഗസ്റ്റ് 20 ദേശീയ സദ്ഭാവന ദിനമായിട്ടും ചരമദിനമായിട്ടുള്ള മെയ് 21 ഭീകരവിരുദ്ധ ദിനമായും ആചരിക്കുന്നു. അടുത്തത് VP സിംഗ് ആണ്. VP സിംഗ് 1989 1990. ജനനം 1931 ജൂൺ 25 അലഹബാദ്. മരണം 2008 നവംബർ 27. അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെച്ച ആദ്യ പ്രധാനമന്ത്രിയാണ്. പിന്നോക്ക സമുദായ സംവരണം നടപ്പിലാക്കുന്നതിന് കാരണമായ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയ സമയത്തെ പ്രധാനമന്ത്രി. VP സിംഗ് രചിച്ച പുസ്തകം എവരി ടൈം എ വേക്കപ്പ്. അതുപോലെ തന്നെ VP സിംഗിന്റെ ആത്മകഥ മൻസിൽ സേ സ്യാദ സഫർ. ചന്ദ്രശേഖറാണ്. 1990 ടു 91. ജനനം 1927 ജൂലൈ 1 ബല്ലിയയിലാണ്, ഉത്തർപ്രദേശിൽ. മരണം 2007 ജൂലൈ 8. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ യുവ തുർക്കി എന്നറിയപ്പെടുന്നത് ചന്ദ്രശേഖറാണ്. ചെങ്കോട്ടയിൽ ഇന്ത്യൻ പതാക ഉയർത്താൻ കഴിയാതിരുന്ന ഏക പ്രധാനമന്ത്രിയാണ്. ആക്ടിംഗ് പ്രധാനമന്ത്രിയായിരുന്ന ഗുൽസാരി ലാൽ നന്ദയും ചെങ്കോട്ടയിൽ
പതാക ഉയർത്തിയിട്ടില്ല. ചന്ദ്രശേഖറിൻ്റെ ആത്മകഥ മേരി ജയിൽ ഡയറി. VP നരസിംഹ റാവു ആണ് അടുത്തത്. ജനനം 1921 ജൂൺ 28, കരിങ്കാനഗർ, തെലുങ്കാന. മരണം 2004 ഡിസംബർ 23. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി. ഇന്ത്യൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി. പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയത് ഇന്ത്യൻ പ്രധാനമന്ത്രി 1992. ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെടുകയും അഴിമതി കുറ്റത്തിന് ജയിലിൽ അടക്കപ്പെടുകയും ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ക്രിമിനൽ കേസിന് ശിക്ഷിക്കപ്പെടുകയും അഴിമതി കുറ്റത്തിന് ജയിലിൽ അടക്കപ്പെടുകയും ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. നരസിംഹറാവുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ബുദ്ധപൂർണിമ പാർക്കാണ്. ബുദ്ധപൂർണിമ പാർക്കാണ് നരസിംഹറാവുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം. പ്രധാന കൃതികൾ: ദ കോസ്റ്റ് ഫോർ പീസ്, ദ ഇൻസൈഡർ ആത്മകഥയാണ്. അയോധ്യ 6 ഡിസംബർ 1992. എ ലോങ് വേ, സെലക്ടഡ് സ്പീച്ചസ് അന്തർഗത. AB വാജ്പേയി ആണ് അടുത്തത്. ജനനം 1924 ഡിസംബർ 25, ഗോളിയോറിലാണ് ജനനം. മരണം 2018 ഓഗസ്റ്റ് 16. 1996 to 96 വരെയും ഇനി 98 to 2004 വരെയും AB വാജ്പേയി ആയിരുന്നു. ക്രിസ്മസ് ദിനത്തിൽ ജനിച്ച പ്രധാനമന്ത്രിയാണ്. കാലാവധി പൂർത്തിയാക്കിയ ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയാണ്. അവിവാഹിതനായിരുന്ന ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി. ഏറ്റവും കുറച്ചുകാലം അധികാരത്തിലിരുന്ന മന്ത്രിസഭ വാജ്പേയി മന്ത്രിസഭയാണ്. ഇന്ത്യ റിപ്പബ്ലിക് ആയതിന് സുവർണ ജൂബിലി ആഘോഷിച്ചപ്പോൾ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി. ഇന്ത്യയുടെ 2ാം ആണവ പരീക്ഷണം നടക്കുമ്പോൾ പ്രധാനമന്ത്രി 1998. ഇനി കാർഗിൽ യുദ്ധസമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നത് AP വാജ്പേയിയുടെ ജന്മദിനമായ ഡിസംബർ 25 സദ്ഭരണ ദിവസമായി ആഘോഷിക്കുന്നു. പ്രധാന കൃതികൾ: മേരി 51 കവിതായെ, ഡിസിസീവ് ഡേയ്സ്, എ കൺസ്ട്രക്റ്റീവ് പാർലമെന്റേറിയൻ, ന്യൂ ഡയമെൻഷൻ ഓഫ് ഇന്ത്യാസ് ഫോറിൻ പോളിസി. HD ദേവഗൗഡ 1996 to 97. ജനനം 1933 മെയ് 18, ഹരടനപ്പള്ളി, കർണാടക. മണ്ണിൻ്റെ മകൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ജനതാദളിൻ്റെ സ്ഥാപകനായ പ്രധാനമന്ത്രിയാണ്. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള 2ാമത്തെ പ്രധാനമന്ത്രിയാണ്. ഐക്യ ഗുജ്റാള 1997 to 98 വരെയാണ്. ജനനം 1919 ഡിസംബർ 4, പഞ്ചാബ്. മരണം 2012 നവംബർ 30. പഞ്ചാബുകാരനായ ആദ്യ പ്രധാനമന്ത്രി. ഇന്ത്യ സ്വതന്ത്രത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിച്ചപ്പോൾ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിദേശ നയമാണ് ഗുജറാൾ ഡോക്ട്രിൻ. ഇനി പ്രധാന കൃതികളാണ്: മാറ്റേഴ്സ് ഓഫ് ഡിസ്ക്രിഷൻ, കണ്ടിന്യൂറ്റി ചേഞ്ച് ഇന്ത്യാസ് ഫോറിൻ പോളിസി, എ ഫോറിൻ പോളിസി ഫോർ ഇന്ത്യ. ഡോക്ടർ മൻമോഹൻ സിംഗ് 2004 to 2014. ജനനം 1932 സെപ്റ്റംബർ 26, പഞ്ചാബിലാണ്. UGC ചെയർമാനായിരുന്ന പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയിൽ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണ നയങ്ങൾ എന്നിവ നടപ്പിലാക്കിയ ധനകാര്യമന്ത്രിയാണ്. ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയായ ആദ്യ സിഖ് മതക്കാരൻ. സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ച ആദ്യ പ്രധാനമന്ത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. പ്രധാന കൃതികൾ: ടു ദ നാഷൻ, ഫോർ ദ നാഷൻ, ചേഞ്ചിങ് ഇന്ത്യ 2019. നരേന്ദ്രമോദി 2014 മെയ് 26 തുടരുന്നു. ജനനം 1950 സെപ്റ്റംബർ 17, വഡനഗർ, ഗുജറാത്ത്. അപ്പം 1950 സെപ്റ്റംബർ 17 ജനിച്ചിട്ടുള്ളത്. 1950 സെപ്റ്റംബർ 17. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന 15ാമത്തെ വ്യക്തിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്ന 15ാമത്തെ വ്യക്തിയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശനം 2ാമത്തെ പ്രധാനമന്ത്രിയാണ്. ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച എനിക്ക് ഈ മഹത്തമായ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദത്തിൽ എത്താനായത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഭരണഘടനയുടെയും ശക്തിയാണ് തെളിയിക്കുന്നത്. നരേന്ദ്രമോദിയുടെ പ്രസിദ്ധമായ വാക്കുകളാണ്. 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി വാരണാസി മണ്ഡലത്തിൽ നിന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഉത്തർപ്രദേശിലെ വാരണാസി മണ്ഡലത്തിൽ നിന്ന്. വഡാനഗറിലാണ് ജനിച്ചിട്ടുള്ളത്. ഗുജറാത്തിലെ. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ വജ്ര ജൂബിലി, ആസാദി കാ അമൃത് മഹോത്സവ് ആഘോഷിച്ചപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നത് നരേന്ദ്രമോദിയാണ്. പ്രധാന കൃതികൾ: ജ്യോതി പുഞ്ച്, എക്സാം വാരിയേഴ്സ്, എ ബോർഡ് ഓഫ് ലവ്. ഭാരതരത്ന ലഭിച്ച പ്രധാനമന്ത്രിമാരാണ്: ജവഹർലാൽ നെഹ്റു 1955 ഭാരതരത്ന ലഭിച്ചിട്ടുണ്ട്. ലാൽ ബഹദൂർ ശാസ്ത്രി 1966, ഇന്ദിരാഗാന്ധി 1971, മൊറാർജി ദേശായി 1991, രാജീവ് ഗാന്ധി 1991, ഗുൽസാരി ലാൽ നന്ദ ആക്ടിംഗ് 1997, AB വാജ്പേയി 2014. വേതനങ്ങൾ: പ്രസിഡന്റിന് 5 ലക്ഷം രൂപയാണ്. പ്രസിഡന്റ് 5 ലക്ഷം രൂപയാണ്. വൈസ് പ്രസിഡന്റ് 4 ലക്ഷമാണ്. ഗവർണർ 3.5 ലക്ഷമാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് 2,80,000. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണെങ്കിൽ 2,80,000. സുപ്രീം കോടതി ജഡ്ജി ആണെങ്കിൽ 2,50,000 ആണ്.
ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് 2,50,000. ഹൈക്കോടതി ജഡ്ജി ആണെങ്കിൽ 2,25,000 ആണ്. 2,25,000 ആണ് ജഡ്ജിക്ക്. ചീഫ് ജസ്റ്റിസ് ആണെങ്കിൽ 2,50,000 ആണ്. സുപ്രീം കോടതി ജഡ്ജിക്കാണെങ്കിൽ 2,50,000. ചീഫ് ജസ്റ്റിസ് ആണെങ്കിൽ 2,80,000. ഉപപ്രധാനമന്ത്രി നോക്കാം. ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടില്ലാത്ത കേന്ദ്ര മന്ത്രിസഭയുടെ ഉന്നത പദവിയാണ് ഉപപ്രധാനമന്ത്രി. ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇനി സത്യപ്രതിജ്ഞ ചെയ്യുന്ന വ്യക്തി മുന്നിൽ. രാഷ്ട്രപതിയാണെങ്കിൽ സുപ്രീം കോടതിയുടെ മുന്നിലാണ്. രാഷ്ട്രപതി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ മുന്നിലാണ്. ഉപരാഷ്ട്രപതി ആണെങ്കിൽ രാഷ്ട്രപതിയുടെ മുന്നിലാണ്. ഉപരാഷ്ട്രപതി രാഷ്ട്രപതിയുടെ മുന്നിൽ. പ്രധാനമന്ത്രി ആണെങ്കിലും രാഷ്ട്രപതിയുടെ മുന്നിലാണ്. കേന്ദ്രമന്ത്രിമാർ രാഷ്ട്രപതിയുടെ മുന്നിലാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രാഷ്ട്രപതിയുടെ മുന്നിലാണ്. സുപ്രീം കോടതി ജഡ്ജി ആണെങ്കിലും രാഷ്ട്രപതിയുടെ മുന്നിലാണ്. അപ്പോൾ രാഷ്ട്രപതിയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ മുന്നിലാണ്. അല്ലെങ്കിൽ രാഷ്ട്രപതി നിർദ്ദേശിക്കുന്ന വ്യക്തിയായിരിക്കും സുപ്രീം കോടതി ജഡ്ജിയുടെ ഈ ഒരു മുന്നിലായിട്ട് നിൽക്കേണ്ടത്. ആരാണ്? രാഷ്ട്രപതി നിർദ്ദേശിക്കുന്ന വ്യക്തിയാണ്. ഒന്നുകിൽ രാഷ്ട്രപതി അല്ലെങ്കിൽ രാഷ്ട്രപതി നിർദ്ദേശിക്കുന്ന വ്യക്തി. ഇനി ചെയ്യുന്ന വ്യക്തി മുന്നിൽ. ഗവർണർ ആണെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. ഗവർണറുടെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും മുന്നിൽ. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഗവർണറാണ്. രണ്ടും തിരിച്ചാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണെങ്കിൽ ഗവർണറും, ഗവർണർ ആണെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും ആണ്. ഹൈക്കോടതി ജഡ്ജി ആണെങ്കിൽ ഗവർണറാണ്. ഹൈക്കോടതി ജഡ്ജി ഗവർണറാണ്. അല്ലെങ്കിൽ ഗവർണർ നിർദ്ദേശിക്കുന്ന വ്യക്തി. മുഖ്യമന്ത്രി, സംസ്ഥാന മന്ത്രിമാർ ഗവർണറാണ്. മുഖ്യമന്ത്രിക്കും സംസ്ഥാന മന്ത്രിമാർക്കും ഗവർണർ. ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ തയ്യാറാക്കുന്നത്? ആഭ്യന്തര മന്ത്രാലയത്തിനാണ്. 2019 മെയ് 30 അധികാരമേറ്റ നിലവിലെ കേന്ദ്ര മന്ത്രിസഭയിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ആര് എന്നാണ് ക്വസ്റ്റ്യൻ. ഡോക്ടർ സുബ്രഹ്മണ്യൻ ജയശങ്കറാണ്. ഇനി സൈക്കോളജിയിലെ വൈകാരിക വികാസം കാതറിൻ എം ബ്രിഡ്ജസിൻ്റെ കണ്ടെത്തലുകളാണ് നമുക്ക് നോക്കാനുള്ളത്. കുട്ടികളുടെ വൈകാരിക വികാസത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ച മനഃശാസ്ത്രജ്ഞയാണ് കാതറിൻ എം ബ്രിഡ്ജസ്. കാതറിൻ ബ്രിഡ്ജസിൻ്റെ പ്രധാന കണ്ടെത്തലുകളാണ് വികാസത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ വൈകാരിക പ്രതികരണങ്ങൾ പൊതുവായ രീതിയിലാണ്. 2 മുതൽ 3.5 വയസ്സ് വരെ ദേഷ്യത്തിൻ്റെ വിസ്ഫോടനം കൂടുതലായിരിക്കും. 2 വയസ്സ് മുതൽ 3.5 വയസ്സ് വരെ ദേഷ്യത്തിൻ്റെ വിസ്ഫോടനം കൂടുതലായിരിക്കും. ചില കുട്ടികളിൽ ആത്മസ്ഥാപനം വളരെ കൂടുതലാണ്. വളരുന്നതിനനുസരിച്ച് ദയയും അനുതാപവും കാണാൻ കഴിയും. പുതിയ ആളുകളോട് അനുകമ്പയും സൗഹൃദവും കാട്ടുന്നു. ബ്രിഡ്ജസ് ചാർട്ട് നവജാത ശിശുക്കൾ മുതൽ 24 മാസം പ്രായമായ കുട്ടികൾ വരെ ഉൾപ്പെട്ട ഒരു വലിയ സംഘം ശിശുക്കൾ ഒരു വാത്സല്യ ഗൃഹത്തിൽ വെച്ച് നിരീക്ഷിച്ചാണ് കാതറിൻ എം ബ്രിഡ്ജസ് പഠനം നടത്തിയത്. ഈ പഠന വിവരങ്ങൾ ഒരു ചാർട്ട് രൂപത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അതാണ് ബ്രിഡ്ജസ് ചാർട്ട്. അപ്പോൾ ബ്രിഡ്ജസ് ചാർട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഡെവലപ്മെൻറ്റ് ഓഫ് ഇമോഷൻസ്. അപ്പം ബർത്തിൽ എക്സൈറ്റ്മെൻറ്റ്, ഡിസ്ട്രസ്, എക്സൈറ്റ്മെൻറ്റ്, ഡിലൈറ്റ്. അപ്പം നമുക്ക് മലയാളത്തിൽ നോക്കാം. അതിൽ വരുന്നുണ്ട്. അപ്പം അടുത്തതായിട്ട് പഠനത്തിലെ കണ്ടെത്തലുകളാണ്. നവജാത ശിശുക്കളിൽ ഒരു തരം സംത്രാസം, ഇളക്കം മാത്രമാണ് കാണപ്പെടുന്നത്. 3 മാസമാകുമ്പോൾ ഈ സംത്രാസം ആസ്വസ്ഥ്യമോ ഉല്ലാസമോ ആയി വികസിക്കുന്നു. 6 മാസമാകുമ്പോൾ നിഷേധാത്മക വികാരങ്ങൾ മുൻതൂക്കം ഉണ്ടാകുന്നു. ആസ്വസ്ഥ്യവും ഭയവും വെറുപ്പും കോപവും ആയി പിൽക്കാലത്ത് വികസിക്കുകയും ചെയ്യുന്നു. 12 മാസമാകുമ്പോൾ സൃഷ്ടിപരമായ വികാരങ്ങൾ രംഗത്തെത്തുകയും പ്രഹർഷവും പ്രിയവും ആയി വേർതിരിയുകയും ചെയ്യുന്നു. പ്രിയം പ്രായപൂർത്തിയായവരോടുള്ള പ്രിയവും കുട്ടികളോടുള്ള വാത്സല്യവുമായി വേർപിരിഞ്ഞ് ആനന്ദം പ്രത്യക്ഷമാകുന്നു. ഇനി ഭാഷാ വികസനമാണ്. മനുഷ്യനെ മറ്റു ജീവി വർഗ്ഗങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് ഭാഷാശേഷിയാണ്. ശബ്ദവും അതിൻ്റെ വിന്യാസം സംബന്ധിച്ച വ്യവസ്ഥയും ചേർന്നതാണ് ഭാഷ. ഭാഷാ വികസനം കൃത്യമായ ആശയഗ്രഹണത്തെ ആശ്രയിച്ചിരിക്കും. ഭാഷാ വികസനത്തിൽ ഒരാളുടെ അനുഭവങ്ങൾ ചിന്തയായി മാറുന്ന വ്യത്യസ്ത തലങ്ങളാണ്. ഇന്ദ്രിയ അനുഭവം, പ്രഥമധാരണ, ഓർമ്മ, സങ്കല്പനം, താരതമ്യം, സംപ്രത്യയം, യുക്തീകരണം. അപ്പോൾ ഇന്ദ്രിയ അനുഭവം, പ്രഥമധാരണ പെർസെപ്ഷൻ, ഓർമ്മ മെമ്മറി, സങ്കല്പനം ഇമാജിനേഷൻ, താരതമ്യം കമ്പാരിസൺ, സംപ്രത്യയം യുക്തീകരണം. ഭാഷാ വികസനവുമായി ബന്ധപ്പെട്ട് വിവിധ ആശയങ്ങൾ മുന്നോട്ട് വെച്ച പ്രമുഖരാണ് പിയാഷെ, നോം ചോംസ്കി, വൈഗോട്സ്കി. ജ്ഞാനനിർമ്മിതിവാദത്തിൻ്റെയും സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മുന്നോട്ട് വെച്ച ഭാഷാ സമഗ്രതാ സമീപനമാണ് പൊതുവെ ഇന്ന് ഭാഷാ പഠനത്തിന് സ്വീകാര്യമാകുന്നത്. ഭാഷാബോധനത്തിലെ മുൻഗണനാക്രമം ശ്രവണം, ഭാഷണം, വായന, ലേഖനം. LSRW ആണ്. ഇനി ഭാഷാ വൈകല്യമാണ് നോക്കാൻ പോകുന്നത്. ഭാഷാ വൈകല്യം സാധാരണ കാണപ്പെടുന്ന ഭാഷണ വൈകല്യങ്ങളാണ് കൊഞ്ഞ, അസ്പഷ്ടത, വിക്ക്. അക്ഷരങ്ങളുടെയും പദങ്ങളുടെയും ഉച്ചാരണത്തിന് വരുന്ന മാറ്റം, ശൈശവകാലത്തെ ഭാഷണ രീതി മാറ്റമില്ലാതെ തുടരുന്ന ഭാഷണ വൈകല്യമാണ് കൊഞ്ഞ. ശരാശരി പ്രായം, ഭാഷാപരമായ കഴിവുകൾ നോക്കാം. ജനനം മുതൽ 18 ആഴ്ച അവ്യക്ത ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് തല തിരിക്കുന്നു. 20 ആഴ്ച സ്വരശബ്ദങ്ങളും ഏതാനും വ്യഞ്ജന ശബ്ദങ്ങളും പുറപ്പെടുവിക്കുന്നു. 6 മാസം ബബ്ലിംഗ്, ഭാഷയിലെ അടിസ്ഥാനപരമായ എല്ലാ ശബ്ദങ്ങളും പുറപ്പെടുവിക്കുന്നു. 8 മാസം ചില പ്രത്യേക ശബ്ദങ്ങൾ മാത്രം ആവർത്തിക്കുന്നു. മാ, മാമ, പാപ്പ അങ്ങനെയുള്ളത്.
ഇനി 12 മാസം വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കുകയും ഏതാനും വാക്കുകൾ ഉച്ചരിക്കുകയും ചെയ്യുന്നു. 18 മാസം ഏതാണ്ട് 50ഓളം പദങ്ങൾ ഉച്ചരിക്കുന്നു. 24 മാസം ഇരട്ട പദങ്ങൾ അടക്കിയ വാക്യങ്ങൾ പറയുന്നു. 30 മാസം 3 മുതൽ 5 വരെ പദങ്ങൾ അടങ്ങിയ വാക്യങ്ങൾ പറയുന്നു. 100 കണക്കിന് പദങ്ങൾ മനസ്സിലാക്കുന്നു. 36 മാസം 1000ഓളം പദങ്ങൾ അർത്ഥപൂർണ്ണമായി പറയുന്നു, കേട്ടു മനസ്സിലാക്കുന്നു. 48 മാസം ഭാഷയുടെ അടിസ്ഥാനപരമായ സവിശേഷതകളൊക്കെ ബുദ്ധിമണ്ഡലത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുന്നു. ഒന്നിലധികം പദങ്ങൾ അസാധാരണമായി ഒട്ടിച്ചേരുന്നത് മൂലമുണ്ടാകുന്ന ഭാഷണ വൈകല്യമാണ് അസ്പഷ്ടത. അസ്പഷ്ടത എന്ന് പറയുന്നത് ഒന്നിലധികം പദങ്ങൾ അസാധാരണമായ രീതിയിൽ ഒട്ടിച്ചേരുന്നത് മൂലമുണ്ടാകുന്ന ഭാഷണ വൈകല്യമാണ് അസ്പഷ്ടത. ഒരു പദം ഉച്ചരിക്കുന്നതിന് മുമ്പ് കുട്ടി പല അക്ഷരങ്ങൾ ആവർത്തിക്കുന്നതായാണ് വിക്ക് എന്ന് പറയുന്നത്. ഒരു പദം ആവർത്തിക്കുന്നതിന് മുമ്പ് കുട്ടി പല അക്ഷരങ്ങൾ ആവർത്തിക്കുന്നതാണ് വിക്ക്. ചില ശബ്ദങ്ങൾ യഥാസമയം ഉച്ചരിക്കാൻ കഴിയാതെ വരുമ്പോൾ അസ്വാഭാവികമായ മുഖചേഷ്ടകൾ വന്നു ചേരുന്നതാണ് സ്റ്റാമറിങ്. സ്റ്റാമറിങ് എന്ന് പറയുന്നത് ചില ശബ്ദങ്ങൾ യഥാസമയം ഉച്ചരിക്കാൻ കഴിയാതെ വരുമ്പോൾ അസ്വാഭാവികമായ മുഖചേഷ്ടകൾ വന്നു പോകുന്നത്. ഭാഷാവികാസത്തെ സംബന്ധിച്ച കാഴ്ചപ്പാടുകളാണ് പിയാഷെ. കുട്ടിയുടെ ഭാഷണത്തെ പിയാഷെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു: അഹം കേന്ദ്രീകൃതം, സമൂഹീകൃതം. ആവർത്തിച്ചോ സ്വഗതമായോ സാമൂഹിക സ്വഗതമായോ ഉള്ള സംസാരമാണ്, തനിയെയുള്ള സംസാരമാണ് അഹം കേന്ദ്രീകൃതം. ശ്രോതാക്കൾക്ക് പങ്കില്ലാത്ത ഭാഷണമാണ് അഹം കേന്ദ്രീകൃത ഭാഷണം. അന്യരെ വിമർശിച്ചുകൊണ്ട് അഭിപ്രായ പ്രകടനങ്ങൾ നടക്കുന്നത്, ആജ്ഞാപിക്കുന്നു, അപേക്ഷിക്കുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു, ചോദ്യങ്ങൾ ഉത്തരം പറയുന്നു. സാമൂഹികൃത ഭാഷണം. സാമൂഹികൃത ഭാഷണത്തിൽ ശ്രോതാവിനോട് സംസാരിക്കുന്നു. ആദ്യത്തെ 2-3 വർഷങ്ങളിലെ ഭാഷണം അധികവും അഹം കേന്ദ്രീകൃതമാണ്. അതിനുശേഷം ഭാഷണം കൂടുതൽ സാമൂഹികൃതമായി തീരുന്നു. പ്രായം കൂടുന്തോറും തനിയെ സംസാരിക്കുന്നതിനോട് അന്യരോട് സംസാരിക്കുവാനുള്ള പ്രവണതയേറുന്നു. ഇനി അടുത്തത് നോം ചോംസ്കിയാണ്. നോം ചോംസ്കി ആധുനിക ഭാഷാശാസ്ത്രത്തിൻ്റെ പിതാവാണ്. നോം ചോംസ്കി ആധുനിക ഭാഷാശാസ്ത്രത്തിൻ്റെ പിതാവാണ്. ലാംഗ്വേജ് ആൻഡ് മൈൻഡ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് നോം ചോംസ്കി. ലാംഗ്വേജ് ആൻഡ് മൈൻഡ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. യൂണിവേഴ്സൽ വ്യാകരണ സിദ്ധാന്തം ഭാഷാ വികസനം മുന്നോട്ട് വെച്ചത് നോം ചോംസ്കിയാണ്. ചോംസ്കിയുടെ പ്രസിദ്ധ ഗ്രന്ഥങ്ങളാണ് സിൻറ്റാറ്റിക് സ്ട്രക്ചേഴ്സ്, കറന്റ് ഇഷ്യൂസ് ഇൻ ലിംഗ്വിസ്റ്റിക് തിയറി, റിഫ്ലക്ഷൻസ് ഓൺ ലാംഗ്വേജ്. സിൻറ്റാറ്റിക് സ്ട്രക്ചേഴ്സ്, കറന്റ് ഇഷ്യൂസ് ഇൻ ലിംഗ്വിസ്റ്റിക് തിയറി, റിഫ്ലക്ഷൻസ് ഓഫ് ലാംഗ്വേജ്. ഭാഷയുടെ വികാസത്തിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ ഭാഷ സ്വായത്തമാക്കുന്നതിനുള്ള ഉപകരണം LAD ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഉണ്ടെന്ന് വിശദീകരിച്ച ശാസ്ത്രജ്ഞനാണ് ചോംസ്കി. കുട്ടിയുടെ ഭാഷാ വികാസം ഏത് സംസ്കാരത്തിലായാലും ഒരേ രീതിയിലാണ് നടക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ടത് നോം ചോംസ്കിയാണ്. കുട്ടിയുടെ ഭാഷാ വികാസം ഏത് സംസ്കാരത്തിലായാലും ഒരേ രീതിയിലാണ് നടക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ടത് നോം ചോംസ്കി. ഭാഷയുടെ പ്രാഗ്രൂപം നമ്മുടെ മസ്തിഷ്കത്തിലുണ്ട്. അതുപയോഗിച്ച് ഭാഷ നിർമ്മിച്ചെടുക്കാൻ കുട്ടിയെ പ്രാപ്തനാക്കുകയാണ് വേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ടത് നോം ചോംസ്കിയാണ്. രചനാന്തര പ്രജനന വ്യാകരണം എന്ന ആശയത്തിൻ്റെ വക്താവ് നോം ചോംസ്കിയാണ്. ഭാഷാജ്ഞാനം വളർത്താനുള്ള പ്രവർത്തനങ്ങൾ: സംഭാഷണം, കഥാവതരണം, കവിതാലാപനം, അനുഭവ വിവരണങ്ങൾ, യാത്രാ വിവരണങ്ങൾ. ഭാഷയും ചിന്തയും പരസ്പര പൂരകങ്ങളാണെന്ന് അഭിപ്രായപ്പെട്ടത് ചോംസ്കിയാണ്. വാക്കുകളോ വാക്യങ്ങളോ അല്ല മനസ്സിൽ തങ്ങേണ്ടത്, നിർമ്മിക്കപ്പെടുന്ന ആശയങ്ങളാണ്. ഒരു വൈകാരിക സമഗ്ര ചിത്രം മനസ്സിൽ നിർമ്മിച്ചെടുക്കുവാനാണ് കുട്ടികളെ പ്രാപ്തരാക്കേണ്ടത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ: കുട്ടികളുടെ ഭാഷാ വികാസവുമായി ബന്ധപ്പെട്ട് ഭാഷ ജീവശാസ്ത്രപരമായി ചിട്ടപ്പെടുത്തിയിട്ടുള്ള സംവിധാനമാണെന്നും കുട്ടിയിൽ ജന്മസിദ്ധമായ ഭാഷാ ഘടകം ഉണ്ടെന്നും പ്രസ്താവിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ അത് നോം ചോംസ്കിയാണ്. ജന്മസിദ്ധമായ ഭാഷാഘടകം അത് നോം ചോംസ്കിയുടേതാണ്. മനുഷ്യ മനസ്സിന് ജന്മസിദ്ധമായ സർവ്വഭാഷാ വ്യാകരണം ഉണ്ട് എന്ന ആശയം മുന്നോട്ട് വെച്ചത് നോം ചോംസ്കിയാണ്. മനുഷ്യൻ ജനിക്കുന്നത് ഭാഷാ പഠന സംവിധാനത്തോടു കൂടിയാണെന്ന് പറഞ്ഞ ഭാഷാശാസ്ത്രജ്ഞൻ നോം ചോംസ്കിയാണ്. ഇനി വൈഗോട്സ്കിയാണ്. വൈഗോട്സ്കി സമൂഹത്തിൻ്റെ സംസ്കാരവും സംസ്കാരത്തിൻ്റെ സ്പഷ്ടമായ തെളിവും അതിൻ്റെ വളർച്ചയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഉപകരണവുമാണ് ഭാഷ എന്ന് പറഞ്ഞത് വൈഗോട്സ്കിയാണ്. ഭാഷയ്ക്കും ചിന്തക്കും വ്യത്യസ്ത ജനിതക വേരുകളാണുള്ളത്. രണ്ടും വികാസം പ്രാപിക്കുന്നത് വ്യത്യസ്ത വഴികളിലൂടെയാണ് എന്ന് പറഞ്ഞത് വൈഗോട്സ്കിയാണ്. അഹം കേന്ദ്രീകൃത ഭാഷണം വെറും അർത്ഥശൂന്യമായ ഒരു വ്യവഹാരമല്ല എന്ന് അഭിപ്രായപ്പെട്ടത് വൈഗോട്സ്കിയാണ്. ബാഹ്യവും സമൂഹവൽകൃതവുമായ വാചിക ഭാഷണങ്ങളിൽ നിന്നും അന്തസംഭാഷണത്തിലേക്കുള്ള സംക്രമണത്തെ ചൂണ്ടിക്കാണിച്ചത് വൈഗോട്സ്കിയാണ്. അന്തരീകരണം ചിന്തയെ സഹായിക്കുന്നു, വ്യവഹാരത്തെയും യുക്തിചിന്തനത്തെയും ക്രമീകരിക്കുന്നു. ചിന്തയും ഭാഷണവും തമ്മിൽ സമ്പൂർണ്ണ സംയോജനം നടക്കുന്നില്ല. ജപപഠനം പ്രാക് ചിന്ത ഭാഷണത്തിലേക്ക് നയിക്കുന്നു എന്നും സ്മൃതിയിൽ വാചികരേഖകൾ പ്രതിഷ്ഠാപിതമാകുന്നു എന്നും അഭിപ്രായപ്പെട്ടത് വൈഗോട്സ്കിയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം. കുട്ടികളിൽ ചിന്തയും ഭാഷയും ഒരുമിച്ചല്ല വികസിക്കുന്നത്. രണ്ടും വ്യത്യസ്തമായ വികാസ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഭാഷാ വികാസം സംബന്ധിച്ച ഈ കാഴ്ചപ്പാട് ആരുടേതാണ്? നോം ചോംസ്കി. ഭാഷയ്ക്കും ചിന്തക്കും വ്യത്യസ്ത ജനിതക വേരുകളാണുള്ളത്. രണ്ടും വികാസം പ്രാപിക്കുന്നത് വ്യത്യസ്ത വഴികളിലൂടെയും സ്വതന്ത്രമായാണ്. ഭാഷാ വികാസത്തെക്കുറിച്ചുള്ള ഈ കണ്ടെത്തലുകൾ ആരുടേതാണ്? വൈഗോട്സ്കി. ഇനി പാരമ്പര്യവും പര്യാവരണവുമാണ് നോക്കാൻ പോകുന്നത്. ജനനം മുതൽ ഓരോ ഘട്ടത്തിലുള്ള വളർച്ചയുടെ സ്വഭാവം, പെരുമാറ്റ രീതി എന്നിവയുടെ പഠനമാണ് പാരമ്പര്യ മനഃശാസ്ത്രം.
പാരമ്പര്യത്തെക്കുറിച്ച് പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞനാണ് ഫ്രാൻസിസ് ഗാൾട്ടനാണ് പാരമ്പര്യത്തെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ളത്. രാഷ്ട്രതന്ത്രജ്ഞർ, മത നേതാക്കൾ, കലാകാരന്മാർ, പണ്ഡിതന്മാർ എന്നിവരുൾപ്പെടുന്ന 1000-ലേറെ പ്രഗത്ഭരെക്കുറിച്ച് നടത്തിയ ഗവേഷണങ്ങളുടെ കണ്ടെത്തലുകൾ പ്രതിപാദിക്കുന്ന ഹെറിഡിറ്ററി ജീനിയസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഫ്രാൻസിസ് ഗാൾട്ടനാണ്. ഹെറിഡിറ്ററി ജീനിയസ്. ഇനി വ്യക്തിയുടെ വ്യക്തിത്വം നിർണ്ണയിക്കുന്ന സുപ്രധാന ഘടകങ്ങളാണ് പാരമ്പര്യവും പര്യാവരണവും. ജന്മസിദ്ധമായ എല്ലാ സ്വഭാവ സവിശേഷതകൾക്കും കാരണം പാരമ്പര്യമാണ്. ഒരു വ്യക്തിക്ക് ആജീവനാന്തം ലഭിക്കുന്ന എല്ലാവിധ ഉദ്ദീപനങ്ങളും പര്യാവരണമാണ്. വ്യക്തിയുടെ വ്യക്തിത്വം പാരമ്പര്യത്തിന്റെയും പര്യാവരണത്തിന്റെയും സംയുക്ത ഫലമാണ്. ചില കാര്യങ്ങൾ പാരമ്പര്യം വികസനത്തെ നിയന്ത്രിക്കുമ്പോൾ മറ്റു ചില കാര്യങ്ങളിൽ പര്യാവരണം വളർച്ചയെയും വികസനത്തെയും സ്വാധീനിക്കുന്നു. ഓരോ വ്യക്തിത്വ സവിശേഷതകളുടെയും വികസനത്തിന് പാരമ്പര്യവും പരിസ്ഥിതിയും ആവശ്യമാണ് എന്നഭിപ്രായപ്പെട്ടത് ആൾട്ടൻബർഗാണ്. മെച്ചപ്പെട്ട പര്യാവരണം ഒരുക്കി കൊടുത്താൽ കുട്ടിയുടെ ബുദ്ധിമാനം ഉയർത്താൻ കഴിയുമെന്ന് പരീക്ഷണത്തിലൂടെ തെളിയിച്ചത് വുഡ്വർത്ത് ആണ്. മെച്ചപ്പെട്ട പര്യാവരണം ഒരുക്കി കൊടുത്താൽ കുട്ടികളുടെ ബുദ്ധിമാനം ഉയർത്താൻ കഴിയുമെന്ന് അഭിപ്രായപ്പെട്ടത് പരീക്ഷണത്തിലൂടെ തെളിയിച്ചത് വുഡ്വർത്ത് ആണ്. ജീവിതം ആരംഭിച്ച ശേഷം വ്യക്തിയുടെ മേൽ പ്രതിവർത്തിച്ചിട്ടുള്ള എല്ലാ ബാഹ്യഘടകങ്ങളും പര്യാവരണം എന്നതിൽ പെടുന്നു അഭിപ്രായപ്പെട്ടത് വുഡ്വർത്ത് ആണ്. വ്യക്തിത്വം പാരമ്പര്യം ഇൻറ്റു പര്യാവരണമാണ്. P=H=E ആണ്. പേഴ്സണാലിറ്റി ഹെറിഡിറ്റി ഇൻറ്റു എൻവയോൺമെൻറ്റ്. അറിവ് ഇന്ദ്രിയങ്ങൾ മൂലമാണ് ലഭിക്കുന്നതെന്ന് ലോക്കിൻ്റെ തത്വം ആസ്പദമാക്കി വിദ്യാഭ്യാസം പര്യാവരണത്തിൻ്റെ ഫലമാണെന്ന് വാദിച്ച ഫ്രഞ്ച് ചിന്തകനാണ് ഹെർവീഷ്യസ് എന്ന് പറയുന്നത്. അറിവ് ഇന്ദ്രിയങ്ങൾ മൂലമാണ് ലഭിക്കുന്നതെന്ന് ലോക്കിൻ്റെ തത്വം ആസ്പദമാക്കി വിദ്യാഭ്യാസം പര്യാവരണത്തിൻ്റെ ഫലമാണെന്ന് വാദിച്ച ഫ്രഞ്ച് ചിന്തകനാണ്. വ്യക്തിവികാസത്തിൽ പാരമ്പര്യത്തിൻ്റെയും പരിസ്ഥിതിയുടെയും സ്വാധീനം എന്താണെന്ന് നോക്കാം. ഒരു വ്യക്തിയുടെ പാരമ്പര്യം മാതാപിതാക്കളിൽ നിന്നും പിതാമഹന്മാരിൽ നിന്നും വംശത്തിൽ നിന്നും ആർജിച്ച എല്ലാ ഘടകങ്ങളും ശരീര സവിശേഷതകളും ധർമ്മങ്ങളും കഴിവുകളും ഉൾക്കൊള്ളുന്നു എന്ന് പാരമ്പര്യത്തെ നിർവചിച്ചത് ഡഗ്ലസും ഹോളണ്ടും പറഞ്ഞിട്ടുള്ളത് ഒരു വ്യക്തിയുടെ പാരമ്പര്യം മാതാപിതാക്കളിൽ നിന്നും പിതാമഹന്മാരിൽ നിന്നും വംശത്തിൽ നിന്നും ആർജിച്ച എല്ലാ ഘടകങ്ങളെയും ശരീര സവിശേഷതകളെയും ധർമ്മങ്ങളെയും കഴിവുകളെയും ഉൾക്കൊള്ളുന്നു എന്ന് പാരമ്പര്യത്തെ നിർവചിച്ചത് ഡഗ്ലസ് ഹോളണ്ട്. ബുദ്ധിശക്തി, ലിംഗഭേദം, ഗ്രന്ഥികൾ, വംശം എന്നിവയാണ് പ്രധാനപ്പെട്ട 4 പാരമ്പര്യ ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് പഠിച്ചു വെക്കുക. ബുദ്ധിശക്തി, ലിംഗഭേദം, ഗ്രന്ഥികൾ, വംശം. ജീവിതം ആരംഭിച്ച ശേഷം വ്യക്തിയുടെ മേൽ പ്രതിവർത്തിച്ചിട്ടുള്ള എല്ലാ ബാഹ്യഘടകങ്ങളും പരിസ്ഥിതിയിൽ ഉൾപ്പെടുന്നു എന്ന് വുഡ്വർത്ത് അഭിപ്രായപ്പെടുന്നു. വായു, പ്രകാശം, പോഷകാഹാരം, രോഗങ്ങളും പരിക്കുകളും സാമൂഹികവും സാംസ്കാരികവുമായ ഘടകങ്ങൾ, കുടുംബ നിലവാരം, കുട്ടികളുടെ ജനനക്രമം എന്നിവയാണ് പ്രധാന പരിസ്ഥിതി ഘടകങ്ങൾ. ഇനി മെൻഡലിൻ്റെ പാരമ്പര്യ നിയമങ്ങളാണ്. മെൻഡൽ 3 പാരമ്പര്യ നിയമങ്ങൾ ആവിഷ്കരിച്ചു. സമാനമായത് സമാനമായതിനെ ജനിപ്പിക്കുന്നു എന്ന നിയമം, വിചലന നിയമം, പ്രത്യാവർത്തന നിയമം. ശിശുക്കളിൽ മാതാപിതാക്കളോട് സാദൃശ്യം പുലർത്തുന്ന പ്രവണതയാണ് സമാനമായതിനെ ജനിപ്പിക്കുന്നു എന്ന നിയമം. ബുദ്ധിശാലികളായ മാതാപിതാക്കൾക്ക് ബുദ്ധിശാലികളായ കുട്ടികളെയും മന്ദബുദ്ധികളായ മാതാപിതാക്കൾക്ക് മന്ദബുദ്ധികളായ കുട്ടികളെയും ജനിപ്പിക്കുവാനുള്ള പ്രവണതയാണ് സാമാന്യമായതിനെ ജനിപ്പിക്കുന്നു എന്ന് പറയുന്നത്. ശിശുക്കൾ മാതാപിതാക്കളോട് തനിപകർപ്പാകുന്നില്ല വിചലന നിയമമാണ്. വിചലന നിയമത്തിൽ പറയുന്നത് ശിശുക്കൾ മാതാപിതാക്കളുടെ തനിപകർപ്പാകുന്നില്ല. ബുദ്ധിശാലികളായ മാതാപിതാക്കൾക്ക് മന്ദബുദ്ധികളായ കുട്ടികളും മന്ദബുദ്ധികളായ മാതാപിതാക്കൾക്ക് ബുദ്ധിശാലികളായിട്ടുള്ള കുട്ടികളും ഉണ്ടാകുന്നു. ശിശുക്കൾ അഗ്രനിലവാരത്തിൽ നിന്നും ശരാശരി നിലവാരം കാണിക്കുന്നു പ്രവണത പ്രത്യാവർത്തന നിയമമാണ്. അപ്പം ബുദ്ധിശാലികളായ മാതാപിതാക്കൾക്ക് താരതമ്യേന കുറഞ്ഞ ബുദ്ധിയുള്ള കുട്ടികളും മന്ദബുദ്ധികളായിട്ടുള്ള മാതാപിതാക്കൾക്ക് താരതമ്യേന കൂടിയ ബുദ്ധിയുള്ള കുട്ടികളും ഉണ്ടാകുന്നു. അതാണ് പ്രത്യാവർത്തന നിയമം. ഇനി വ്യക്തിയെ സ്വാധീനിക്കുന്ന ഭൗതിക, രാസിക, ജൈവികമായ എല്ലാ പദാർത്ഥങ്ങളും ഉൾക്കൊള്ളുന്നത് പ്രാകൃതിക പരിസ്ഥിതിയിലാണ്. പ്രകൃതികമായിട്ടുള്ള ലഭിച്ച സംസ്കാരവും കുടുംബ സാഹചര്യങ്ങളും വർത്തമാന പ്രവണതകളും ഉൾക്കൊള്ളുന്നതാണ് സാമൂഹിക പരിസ്ഥിതി എന്ന് പറയുന്നത്. ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ശിശുവികാസത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്നത് അവയിൽ ഏതാണ്? പര്യാവരണമാണ്. ആഹാരം, പര്യാവരണം, വസ്ത്രം, ജലം. അതിൽ പര്യാവരണമാണ് ശിശുവികാസത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നത്. ഇനി അഭിക്ഷമതാ പരീക്ഷകളാണ് നോക്കുന്നത്. ഒരു തൊഴിലിലോ മറ്റേതെങ്കിലും രംഗത്തോ വിജയിക്കുവാനുള്ള ശക്തിയാണ് അഭിക്ഷമത. ഏതൊരു തൊഴിലിൽ ഏർപ്പെടുന്ന ആളുടെയും വിജയം ആ തൊഴിലിൽ അയാൾക്കുള്ള അഭിക്ഷമതയെ ആശ്രയിച്ചിരിക്കുന്നു. തൊഴിലിലോ മറ്റേതെങ്കിലും ജീവിത വൃത്തിയിലോ വിദ്യാഭ്യാസത്തിലോ വിജയിക്കുന്നതിനുള്ള ശാക്യതയാണിത്. പൊട്ടൻഷ്യാലിറ്റിയാണ് ഇത്, ശാക്യത. ഒരു പ്രവർത്തനത്തിൻ്റെ പരിശീലന ഫലമായി വിജയിക്കുവാനുള്ള സംഭവ്യതയാണ് അഭിക്ഷമത.
ഒരു പ്രവർത്തനത്തിൻ്റെ പരിശീലന ഫലമായി വിജയിക്കുവാനുള്ള സംഭവ്യതയാണ് അഭിക്ഷമത എന്ന് പറഞ്ഞിട്ടുള്ളത് ബക്കിംഗ്ഹാമാണ് പറഞ്ഞിട്ടുള്ളത്. അഭിക്ഷമതയെ പരിശീലന വിധേയത്വം എന്ന് ബോൺ ഹാർട്ടും വിജയപ്രതീക്ഷാ സൂചകം എന്ന് ആർത്തർ ജോൺസും നിർവചിക്കുന്നു. അഭിക്ഷമതയെ പരിശീലന വിധേയത്വം എന്ന് ബോൺ ഹാർട്ട് പരിശീലന വിധേയത്വം, വിജയപ്രതീക്ഷാ സൂചകം എന്ന് ആർത്തർ ജോൺസ് വിജയപ്രതീക്ഷാ സൂചകം എന്നും നിർവചിക്കുന്നു അഭിക്ഷമതയെ. ഇനി സാമാന്യ ബുദ്ധി ശക്തിയിൽ നിന്നും ഭിന്നവും ഒരു വ്യക്തിക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക രംഗത്ത് ആവശ്യം വേണ്ട സാമർഥ്യമോ നേട്ടമോ കൈവരിക്കാൻ സഹായകമാകുന്ന സവിശേഷ ശക്തി എന്ന അഭിക്ഷമതയെ നിർവചിക്കാവുന്നതാണ്. അനുകൂലമായ സാഹചര്യങ്ങൾ നൽകി കുട്ടികൾ അഭിക്ഷമത സൃഷ്ടിച്ച് പഠനത്തിൽ താല്പര്യമുള്ളവരാക്കി മാറ്റുകയാണ് വേണ്ടത്. വ്യക്തിക്ക് യോജിച്ച തൊഴിൽ തിരഞ്ഞെടുക്കുവാൻ അഭിക്ഷമതാ പരീക്ഷയും സിദ്ധി പരീക്ഷയും സഹായിക്കുന്നു. ഭാവിയിൽ ഉണ്ടാകുന്ന നിർദ്ദിഷ്ട സിദ്ധിയിലേക്ക് നയിക്കുന്ന ശാക്യത അളക്കുന്നതാണ് അഭിക്ഷമതാ പരീക്ഷകൾ. അഭിക്ഷമതാ മാപനം നോക്കാം. അഭിക്ഷമതാ മാപനത്തിന് പൊതുവായിട്ട് ഉപയോഗിക്കുന്ന രീതികളാണ് നിരീക്ഷണവും ശോധകവും. അഭിക്ഷമതാ പരീക്ഷയെ പ്രധാനമായിട്ടും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു: വിശേഷ അഭിക്ഷമതാ പരീക്ഷകൾ, വിഭേദക അഭിക്ഷമതാ ശോധകം. വിശേഷ അഭിക്ഷമതാ പരീക്ഷകൾ ഒരു പ്രത്യേക അഭിക്ഷമത വ്യക്തിയിൽ എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടെത്തുന്നതിനുള്ള ശോധകങ്ങളാണിത്. സവിശേഷമായ ഒരു തൊഴിലിന് ഏതെല്ലാം തരത്തിലുള്ള അഭിക്ഷമതകൾ ആവശ്യമാണോ അവയുടെ മാപനത്തിന് അനുയോജ്യമായ തന്ത്രങ്ങളും ഉപാധികളുമാണ് സ്വീകരിക്കുന്നത്. മിനിസോട്ട മാനുവൽ ഡെക്സ്റ്റിരിറ്റി ശോധകം നോക്കാം. ദൃശ്യപരവും സ്ഥലപരവുമായ കഴിവുകളെ മാപനം ചെയ്യുന്നതിനുള്ള ശോധകങ്ങളാണിവ. ഏതെങ്കിലും ഒരു രൂപം ഏതാനും കഷ്ണങ്ങളാക്കി നൽകി അവ ഉചിതമായ രീതിയിൽ ചേർത്ത് വെച്ച് ആ രൂപം പൂർത്തീകരിക്കാനാകുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു. ഇനി ഫിംഗർ ഡെക്സ്റ്റിരിറ്റി ടെസ്റ്റ് ആണ്. വസ്തുക്കൾ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവ്, മണിബന്ധവും വിരലുകളും കൈയും ഭുജവും തമ്മിലുള്ള ഒത്തിണക്കം എന്നിവ അളക്കുന്നു. ചെറിയ തുളയിലുള്ള ഒരു ബോർഡിൽ ചെറിയ പിന്നുകൾ നിരത്തി വയ്ക്കുവാനും തിരിച്ചെടുക്കുവാനും പ്രവർത്തനമാണ് നൽകുന്നത്. ഈ പ്രവർത്തനത്തിൽ വേഗത വിലയിരുത്തി കണ്ണ്, കൈ എന്നിവയുടെ ഒത്തിണക്കം വിലയിരുത്തുന്നു. ഒരു വ്യക്തിയുടെ വിരൽ വേഗം എത്രത്തോളം ഉണ്ട് എന്നറിയുന്നതിന്. യാന്ത്രിക ക്ഷമതാ ശോധകം യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുക, അവയെക്കുറിച്ച് ധാരണകൾ രൂപപ്പെടുത്തുക, പ്രവർത്തന രീതി മനസ്സിലാക്കുക തുടങ്ങിയ കഴിവുകൾ വിലയിരുത്തുന്നതിന് ശോധകമാണിത്. യന്ത്രം പ്രവർത്തിക്കുന്നതിലെ വേഗത, പ്രയോഗിക്കുന്നതിലെ കൃത്യത, അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ചുള്ള ധാരണ എന്നിവ വിലയിരുത്തിയാണ് യാന്ത്രിക അഭിക്ഷമത അളക്കുന്നത്. ഇതിനായി പ്രാക്ടിക്കലും എഴുത്തു പരീക്ഷയും നടത്തുന്നു. ക്ലറിക്കൽ അഭിക്ഷമതാ ശോധകം ഒരു ക്ലർക്കിന് ആവശ്യം ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളാണല്ലോ സൂക്ഷ്മത, കൃത്യത എന്നിവ. ഈ കഴിവുകൾ പരിശോധിക്കുന്നതിനുള്ള തരത്തിലുള്ള ശോധകങ്ങളാണിവ. ക്ലറിക്കൽ അഭിക്ഷമത പരിശോധിക്കുന്നതിന് ഇന്ന് വിവിധ തരത്തിലുള്ള ശോധകങ്ങൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. സംഗീത അഭിക്ഷമത ശോധകം സംഗീതത്തിലെ താളം, ശ്രുതി, സ്വരം തുടങ്ങിയവയിൽ എല്ലാം ഉള്ള കഴിവുകളും ധാരണകളും പരിശോധിക്കുന്നു. വിവേക അഭിക്ഷമത പരീക്ഷകൾ ഒരു വ്യക്തിയുടെ പ്രത്യേക മേഖലയിലെ അഭിക്ഷമതയുടെ തോത് എന്ത് എന്ന് കണ്ടെത്തുവാൻ മാത്രമേ SAT ഉപകരിക്കൂ. സാറ്റ് ഉപയോഗിച്ച് വ്യക്തിക്ക് ഒരു മേഖലയിലാണ് അഭിക്ഷമതയുള്ളത് എന്ന് കണ്ടെത്തുവാൻ സാധ്യമല്ല. ഇതിനായി വ്യത്യസ്തങ്ങളായ അഭിക്ഷമതകൾ മാറ്റം ചെയ്യാൻ ഉപയോഗിക്കുന്ന ശോധക ഇനങ്ങൾ ഏർപ്പെടുത്തി തയ്യാറാക്കുന്ന വൈവിധ്യ മാതൃകയാണ് DAT. അമേരിക്കൻ സൈക്കോളജിക്കൽ കോർപ്പറേഷൻ വികസിപ്പിച്ചെടുത്ത മാതൃകയിലുള്ള അഭിക്ഷമതാ മാപന രീതിയിൽ പഠിതാവിൻ്റെ 8 ശേഷികൾ വിലയിരുത്തുന്നതിനാവശ്യമായ വ്യത്യസ്തമായ 8 ശോധകങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഭാഷാപര യുക്തിചിന്തനം VR, വെർബൽ റീസണിങ്, സാംഖ്യിക ശേഷി NA, ന്യൂമറിക്കൽ എബിലിറ്റി, അമൂർത്ത യുക്തിചിന്തനം AR, അബ്സ്ട്രാക്റ്റ് റീസണിങ്, സ്ഥലപരിമിതി ബന്ധങ്ങൾ SR, സ്പേസ് റിലേഷൻസ്, യാന്ത്രിക യുക്തിചിന്തനം MR, മെക്കാനിക്കൽ റീസണിങ്, ക്ലറിക്കൽ വേഗതയും കൃത്യതയും CSA, ക്ലറിക്കൽ സ്പീഡ് അക്യൂറസി. 7 ഭാഷാപ്രയോഗം, അക്ഷരകൃത്യത LUS, ഭാഷാപ്രയോഗം, വ്യാകരണം LUG, ലാംഗ്വേജ് യൂസേജ്, ഗ്രാമർ. അക്കാദമിക വിജയം പ്രവചിക്കുന്നതിൽ ഈ ശോധകം വളരെ ഫലപ്രദമാണെന്ന് മിക്ക വിദ്യാഭ്യാസ വിചക്ഷണരും അഭിപ്രായപ്പെടുന്നത് പ്രത്യേകിച്ചും സെക്കൻഡറി തലത്തിലെ പഠിതാക്കൾക്ക് വിദ്യാഭ്യാസപരവും തൊഴിൽപരവുമായുള്ള നിർദ്ദേശം നൽകാൻ ഏറെ പര്യാപ്തമാണിത്. അഭിക്ഷമതാ പരീക്ഷകൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ: ജോലിക്ക് അനുയോജ്യമായവരെ തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്നു. തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അനുയോജ്യമായ കുട്ടികളെ തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്നു. മാർഗ്ഗനിർദ്ദേശവും വിദഗ്ധോപദേശവും നൽകാൻ സഹായിക്കുന്നു. ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തവയിൽ അഭിക്ഷമതയുടെ പരിശോധിക്കുവാനുള്ള ശോധകം ഏത്? റോഷ മഷിയൊപ്പുകൾ, തീമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റ്, പദാനുബന്ധ പരീക്ഷ, വിരൽ വേഗത പരീക്ഷ. അതിൽ അഭിക്ഷമത പരിശോധിക്കാൻ വേണ്ടിയിട്ട് വിരൽ വേഗത പരീക്ഷയാണ്. ഇനി ലഭിക്കുന്ന പരിശീലനം കൊണ്ട് ഒരു വ്യക്തിക്ക് ഭാവിയിൽ ഏതു മേഖലയിൽ മികവ് പുലർത്താൻ കഴിയും എന്നുള്ളതിൻ്റെ സൂചനയാണ് അഭിക്ഷമതാ പരീക്ഷകൾ. അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നന്നായിട്ട് പഠിക്കുക. താങ്ക്